اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു ഈ മജ്‌ലിസിനെ കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തമുള്ള മുഅ്മിനീങ്ങളിലേക്ക് അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. ഇസ്സത്തോടെ ഈമാനോടെ ജീവിച്ച് പരിപൂർണ്ണ ഇസ്സത്തിലും ഈമാനിലുമായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ഉപ്പമാരും ഉമ്മമാരും കുടുംബങ്ങൾ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നവർ എല്ലാവർക്കും ഉന്നതമായ ദർജ നൽകട്ടെ. ഈ മജ്‌ലിസിൽ നടക്കുന്ന എല്ലാ ഖൈറിന്റെ സ്വഭാവവും അവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീം. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ആദ്യമൊരിക്കൽ പറഞ്ഞു, ഇന്നീ അസബതു ദംബൻ അദീമ ഫഹൽ ലീ മിൻ തൗബ. ഞാനൊരു വലിയ തെറ്റ് ചെയ്തു നബിയെ, എന്റെ തൗബയെ അല്ലാഹു സ്വീകരിക്കാൻ വല്ല ചാൻസും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ തൽക്കാലത്തേക്ക് മൈൻഡ് ചെയ്തില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം അതേ ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല. കുറച്ച് സമയം കഴിഞ്ഞ് ജമാഅത്തിന്റെ സമയമായി. ബാങ്ക് കേട്ടപ്പോൾ എല്ലാവരും വുളൂ ചെയ്യാൻ പോയതുപോലെ അദ്ദേഹവും പോയി. വുളൂ ചെയ്ത് കഴിഞ്ഞ് ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ ശേഷം അദ്ദേഹം വീണ്ടും ഇതേ ചോദ്യം വന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു, അലൈസ ഖദ് തവദ്ദഅത വഅഹ്സൻതൽ വുളൂ. നിങ്ങൾ വുളൂ ചെയ്തപ്പോൾ നല്ല വൃത്തിയിൽ വുളൂ ചെയ്തിട്ടില്ലേ? പൂർണ്ണമായ വുളൂ ചെയ്തിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ. പിന്നെ നിങ്ങൾ ജമാഅത്തായി ഞങ്ങളുടെ കൂടെ നിസ്കരിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ റബ്ബിന്റെ സ്വഭാവത്തെയും മനസ്സിനെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുൽ ഖദ് ഗഫറല്ലാഹു ലക. എങ്ങനെ വീണ്ടും നിന്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്. നീ വുളൂ വേണ്ടതുപോലെ ചെയ്തു, ജമാഅത്തായി നിസ്കരിച്ചു. നിന്റെ ജീവിതത്തിൽ എപ്പോഴും സംഭവിച്ച ഒരു പാപം ഈ ജമാഅത്തിന്റെ മുമ്പേ നിന്നിലുണ്ടെങ്കിലും ജമാഅത്തോടു കൂടെ അത് കഴിഞ്ഞു എന്നതുപോലെ നമ്മളൊക്കെ ളുഹറൊക്കെ നിസ്കരിച്ച് നന്നായി വുളൂഒക്കെ ചെയ്ത് നോമ്പുകാരായിരിക്കെ തന്നെ പള്ളിയിലേക്ക് വന്ന് ജമാഅത്തിലൊക്കെ പങ്കെടുത്ത് റവാത്തിബൊക്കെ നിസ്കരിച്ച് റാഹത്തോടെ ഇരിക്കുന്ന സമയമാണ്. അല്ലാഹു സ്വീകരിച്ചാൽ ഒരു ജമാഅത്ത് മതിയാകും അതുവരെയുള്ള സയ്യിഅത്തുകളൊക്കെ നീങ്ങിപ്പോകാൻ. ഒരു വുളൂ മതിയാവും. ഇന്നലെ റമദാനിന്റെ ആദ്യത്തെ രാവാണ്. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് വല്ലാത്ത റഹ്മത്ത് നൽകുന്ന ഒരു രാവാണ്. ആ രാത്രിയിലെ റഹ്മത്തിൽ ചില അപൂർവ വിഭാഗങ്ങളല്ലാത്ത എല്ലാവരും ഉൾപ്പെടുമെന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ നമുക്കൊക്കെ അല്ലാഹുവിന്റെ റഹ്മത്ത് നൽകട്ടെ. ഖാസായ റഹ്മത്ത് അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. അല്ലാഹുവിനെ ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോയേക്കും. ചില സമയത്തൊക്കെ ആരൊക്കെയോ നമ്മൾ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ നമ്മെ കുറ്റം പറഞ്ഞേക്കും. നമ്മോട് നല്ല ബന്ധമുണ്ടായിരുന്ന പലരും നമ്മെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മെ ഒരിക്കലും മറക്കാത്ത, നമ്മുടെ കാര്യത്തിൽ ഒരിക്കലും അശ്രദ്ധനാവാത്ത, നമുക്ക് പറ്റിപ്പോകുന്ന തെറ്റ് എത്ര കൂടുതലുണ്ടെങ്കിലും നമ്മെ ആക്ഷേപിക്കാൻ തയ്യാറില്ലാത്തൊരു പടച്ചോണ്ട് നമുക്ക്. എന്തുകൊണ്ടോ ആ റബ്ബിനെ അറിയുന്നതിലാണ് നമ്മൾ പിന്നിലാകുന്നത് എന്നുള്ളത് വലിയ
യാഥാർത്ഥ്യമാണ്. നമ്മളൊക്കെ ചിന്തിച്ചു നോക്കി, ഇസ്ലാം കാര്യത്തിൽ 5 ഉണ്ട്. ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, നോമ്പുണ്ട്, നിസ്കാരമുണ്ട്. ഈ 4നും ഒരു പ്രത്യേകതയുണ്ട്. ഈ 4ൽ നിന്നും പുറത്തേക്ക് വരാനുള്ള സമയമുണ്ട്. ഹജ്ജിൽ നിന്ന് തഹല്ലുലായ ഹജ്ജ് കഴിഞ്ഞു, ഹജ്ജിൽ നിന്ന് പുറത്തു കിടക്കാം. സക്കാത്ത് വർഷത്തിൽ ഒരിക്കൽ കൊടുത്താൽ സക്കാത്തും കഴിഞ്ഞു. നോമ്പ് വൈകുന്നേരം നോമ്പ് തുറക്കുന്നതോടെ നോമ്പിൽ നിന്ന് ഫ്രീ ആയി. സലാം പൊട്ടുന്നതോടെ നിസ്കാരത്തിൽ നിന്നും ഫ്രീ ആയി. ഇസ്ലാം കാര്യത്തിൽ നമുക്ക് ഫ്രീ ആവാൻ പറ്റാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, പുറത്തേക്ക് കടക്കാനേ പറ്റൂല. അതേത് മാത്രം? ഷഹാദത്ത് കലിമ മാത്രം. ബാക്കി എല്ലാത്തിനും നിബന്ധനകളുണ്ട്, സമയമുണ്ട്. എല്ലാം അതിന്റെ ടൈമിൽ ചെയ്താലും മതി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇസ്ലാം കാര്യത്തിൽ ഷഹാദത്ത് കലിമ മാറ്റിവെച്ചാൽ ബാക്കി ഒന്നും ഇപ്പോൾ നമുക്ക് ബാധകമാവുന്നില്ല. ഹജ്ജ് നമുക്ക് ഇപ്പോൾ ബാധകമല്ല. അതിന് ദുൽഹിജ്ജ 9 ആവണം, അപ്പോഴേ തുടങ്ങുള്ളൂ. സക്കാത്ത് നിസാബും ഹൗലും എത്തിയ നിബന്ധനകൾക്ക് വിധേയമായവർ നിർബന്ധമാണ്. നോമ്പ് നമുക്ക് പരിശുദ്ധ റമദാനിൽ മാത്രമേ ഫർളാവൂ. ഇന്നു മുതൽ 30 ദിവസം, 31ാമത്തെ ദിവസം റമദാനിന്റെ നോമ്പെടുക്കാൻ മാർഗമൊന്നുമില്ല. അത് 30 കിട്ടും. ഇങ്ങോട്ട് ചുരുങ്ങല്ലാതെ അങ്ങോട്ട് കൂടൂല. ചുരുങ്ങാണെങ്കിൽ ഒന്നും ചുരുങ്ങും. 31 മാർഗമല്ല. മാസം കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാലും 30 ഉള്ളൂ. നിസ്കാരം 5 വക്തേ ഉള്ളൂ. 17 റക്അത്ത് നിസ്കരിക്കാൻ ഫർളായതിന് അവസരമുണ്ട്. അത് ഇനി അവസരമുള്ളത് അസർ ബാങ്ക് കൊടുത്താലാണ്. അതുവരെ ഫർളായ നിസ്കാരത്തിന് ഇനി ചാൻസുമില്ല. അങ്ങനെ തന്നെയല്ലേ ഈ നാട്ടിൽ? അങ്ങനെ തന്നെയല്ലേ? മാറ്റണ്ടോ? ഈ 4 ഫർളുകൾക്കും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ 4 ഫർളുകൾക്കും ഹജ്ജ് ആയുസ്സിൽ ഒരിക്കൽ ചെയ്താൽ മതി, സക്കാത്ത് വർഷത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതി, നോമ്പ് വർഷത്തിൽ 1 മാസം മാത്രമേ ബാധകമുള്ളൂ ഫർളായത്, നിസ്കാരം എല്ലാ ദിവസവും 5 നേരം മാത്രമേ ഫർളായതുള്ളൂ. അങ്ങനല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഞാൻ പറഞ്ഞ പറ്റിനി പറയട്ടോ. ഇനി ഈ ഫർളുകൾക്കൊക്കെ സുന്നത്തുകളുണ്ട്. ഹജ്ജ് ആയുസ്സിൽ ഒരിക്കലേ ഫർളുള്ളൂ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. പിന്നെ അയാൾക്ക് ഫർളായ ഹജ്ജിനെ നേർച്ചയാക്കണം, അല്ലാതെ ഒരു ചാൻസ് ഇല്ല. അയാളുടെ ആയുസ്സിലെ ഫർളായ ഹജ്ജ് എന്നുള്ളത് കഴിഞ്ഞു. സക്കാത്ത് വർഷത്തിൽ ഒരിക്കൽ കൊടുത്താൽ അതും കഴിഞ്ഞു. എന്നാൽ സക്കാത്തിന് പകരം പിന്നെ നമുക്ക് സ്വതക്ക ചെയ്യാൻ അവസരമുണ്ട്. ഹജ്ജ് ഫർളായത് കഴിഞ്ഞാൽ സുന്നത്തായ ഹജ്ജ് ചെയ്യാം, ഉംറകൾ വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ നോമ്പ് ഫർളായത് കഴിഞ്ഞാലും സുന്നത്ത് നോമ്പുകൾ ധാരാളം ഉണ്ടാവും. ഫർള് നിസ്കാരം കഴിഞ്ഞാലും സുന്നത്ത് നിസ്കാരങ്ങൾ പലതും ഉണ്ടാകും. എന്നാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. ഭാരമാകുന്നതൊന്നും നിർദ്ദേശിക്കാതെ പടച്ചോൻ നമുക്കുള്ളത് കൊണ്ട് എല്ലാം അല്പമേ പറഞ്ഞുള്ളൂ. ഭാരമാകുന്ന രീതിയിലൊന്നും പറഞ്ഞില്ല. തറാവീഹ് തന്നെ ഏറ്റവും കൂടുതൽ റക്അത്തുള്ള സുന്നത്ത് നിസ്കാരം തറാവീഹ് ആണല്ലോ. അല്ലാഹു തആല അത് 20 വരെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ 20 കഴിഞ്ഞ് ഇമാമ സലാം വെക്കുമ്പോൾ അൽഹംദുലില്ലാഹ് കഴിഞ്ഞല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് വലിയൊരു വിഭാഗവും. അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഷഹാദത്ത് കലിമ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ ഫർളുകൾക്കൊക്കെ ഹജ്ജിന് ഉംറ സുന്നത്തായ ഹജ്ജൊക്കെ സുന്നത്തുള്ളത് പോലെ, സക്കാത്തിന്റെ സുന്നത്തായി സദഖയുള്ളത് പോലെ, ഹദിയയും ഹിബത്തും ഒക്കെ ഉള്ളത് പോലെ, ഫർളായ നോമ്പ് കഴിഞ്ഞാൽ സുന്നത്തായ ധാരാളം നോമ്പുകൾ ഉള്ളത് പോലെ, അതുപോലെ തന്നെ ഫർളായ നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്തായ നിസ്കാരങ്ങൾ പലതും ഉള്ളത് പോലെ, ഷഹാദത്ത് കലിമയുടെ സുന്നത്തിന്റെ സ്ഥാനത്ത് ഏതാണ് ഉള്ളത് എന്നുള്ളത്? നമ്മളൊന്നും ഇപ്പൊ മുസ്ലിം ആവാൻ ഷഹാദത്തിന്റെ ആളുകളല്ലല്ലോ. ആണോ? അങ്ങനെയാണോ? നമുക്ക് ജനിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് അല്ലാഹു വലിയ തൗഫീഖ് തന്നവരാണ്. അല്ലാഹു ഹിദായത്ത് മരണത്തിലും നിലനിർത്തി തരട്ടെ. അവിടെ നിലനിൽക്കലാണ് പ്രധാനം. കൂട്ടിയിടും ഇബ്ലീസ് ക്രൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു
لا إله إلا الله محمد رسول الله. നമ്മൾ പൊതുവെ നിസ്കാരത്തെ പഠിച്ച അത്ര നോമ്പിന്റെ മസല നമുക്ക് അറിയുന്നത് പോലെ അതല്ലെങ്കിൽ സകാത്തിനെ കുറിച്ചോ ഹജ്ജിനെ കുറിച്ചോ ഉംറയെ കുറിച്ചോ അറിയുന്ന അത്ര പോലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സന്ദേശത്തെ കുറിച്ച് അറിയുന്ന മുസ്ലിമീങ്ങളുടെ എണ്ണം വളരെ വിരളമാണ്. അതേ ആളുകൾ അങ്ങനെ ആലോചിക്കാറില്ല. ജനിച്ചപ്പോഴേ മുസ്ലിം ആണല്ലോ. പക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ്. എങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുക? അല്ലാഹുവിനെ എങ്ങനെ നമ്മൾ പഠിക്കുക? മഹാന്മാരായ സ്വാലിഹീങ്ങൾ പാടിയതുപോലെ അലീമുല്ലാ തുഹീതു ബിഹിൽ ഖുലൂബു ബിഖബ്ദതിഹി തഹർറുകു വസ്സുകൂനു. ഒരു ആലോചനകളിലും അല്ലാഹു ഒതുങ്ങൂല. നമ്മൾ എങ്ങനെ സങ്കല്പിച്ചാലും ആ സങ്കല്പം ഒന്നുമല്ല റബ്ബ്. അത് നമുക്ക് ഈ പ്രപഞ്ചം നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ ഭൂമി എത്ര കിലോമീറ്റർ അറിയാമല്ലേ? എത്ര കിലോമീറ്റർ ആണ് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? പുതിയ തലമുറയിലെ മക്കൾക്കൊക്കെ അറിയാമല്ലോ. ഈ ഭൂമി 44,000 കിലോമീറ്റർ ആണ്. ഈ ഭൂമി ആകെ ഉള്ളത് 44,000 കിലോമീറ്റർ ആണ്. ഈ ഇടപ്പറമ്പുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള നരമ്പുകൾ മാത്രം നീളത്തിൽ വെച്ചാൽ 93,000 കിലോമീറ്റർ ഉണ്ടാവും. 44,000 രണ്ട് തവണ ചുറ്റിയാൽ 58,000 ആവുള്ളൂ. ഒരാളുടെ ശരീരത്തിലുള്ള സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയാം. നരമ്പുകൾ മാത്രം വെച്ചാൽ 93,000 കിലോമീറ്റർ നീളം ഉണ്ടാവും. നിങ്ങളുടെ തടിന്റെ ഉള്ളിൽ എങ്ങനെ കൊണ്ടത്? അല്ലാഹു അക്ബർ. നമുക്കൊന്നും ചിന്തിച്ചാൽ മനസ്സിലാവില്ല. നമ്മളിങ്ങനെ സുജൂദിൽ ചൊല്ലൂലേ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, ഏറ്റവും ഉന്നതനായ ഏറ്റവും സമുന്നതനായ എന്റെ റബ്ബ് തന്നെയാ പരിശുദ്ധൻ എന്ന് നമ്മൾ പറയാറില്ലേ? 93,000 കിലോമീറ്റർ, ചിലത് 1,00,000 കിലോമീറ്റർ വരെ നീളം എന്നാണ്. ഏത് ഡോക്ടർമാരോട് ചോദിച്ചാലും അവർ ഈ കാര്യം പറയും. പഠിച്ച ആർക്കും അതിന് സംശയം ഉണ്ടാവില്ല. ഇതെങ്ങനെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ കൊണ്ടു? അല്ലാഹു അക്ബർ. നമുക്ക് ഉത്തരവൊന്നുമില്ല. നമ്മളെ ഈ ഒരു മനുഷ്യന്റെ ഒരു ശരീരത്തിന്റെ ഉള്ളിൽ 3.5 കോടി കോശങ്ങൾ ഉണ്ടാകും. 3.5 കോടി. വെറുതെ ഇങ്ങനെ മൊബൈലൊക്കെ നോക്കിയിരിക്കുന്നതിന് പകരം നമ്മൾ ഗൂഗിളിനോട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ദിവസം എത്ര കോശങ്ങളെ നീക്കം ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചാൽ 300 കോടി എന്നാ പറയാം. ധാരാ ചെയ്തു തരാം. നമ്മൾ ആരും പൈസ കൊടുത്ത് ഇവിടെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ടല്ലോ. അത് നിങ്ങൾ റമദാനിൽ നോമ്പെടുക്കുമ്പോ മാത്രമല്ല, നമ്മൾ അശ്രദ്ധരായി ഒരു ദിക്റുമില്ലാത്ത നമ്മൾ പലപ്പോഴും തിന്മയിൽ അകപ്പെടുന്ന ദിവസം പോലും ഈ നിഅമത്ത് നമ്മളിൽ നടക്കുന്നുണ്ട്. അതായത് ചെയ്തു തരുന്നവൻ ഒരു സെക്കൻഡ് പോലും നമ്മെ മറക്കാത്ത ഒരു റബ്ബുണ്ട് നമുക്ക്. ഒരു സെക്കൻഡ് പോലും നമ്മെ മറക്കാത്ത ഒരു റബ്ബ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പ്രയോഗം തന്നെ അങ്ങനെയാണ്. വമാ കാന റബ്ബുക നസിയ്യ. അല്ലാഹു നിങ്ങളെ ഒരു നിമിഷം പോലും മറന്നു പോകില്ല. വമാ കാന റബ്ബുക നസിയ്യ. ഒരു നിമിഷം പോലും അല്ലാഹു നമ്മെ മറന്നു പോകില്ല. നമ്മുടെ നിസ്കാരം കഴിഞ്ഞ് ഓതിയ ആയത്തുൽ കുർസിയിൽ നമ്മൾ ഓതിയില്ല, ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അശ്രദ്ധ വരികയേ ഇല്ല നമ്മുടെ റബ്ബിന്. ഒരു നിമിഷവും നമ്മെ മറക്കാത്ത വേറെ ഒരാളെ പേര് പറഞ്ഞാട്ടങ്ങള്. നിങ്ങളെ വാപ്പ എല്ലാ നിമിഷങ്ങളും ഓർക്കോ? നിങ്ങൾക്ക് എല്ലാ സമയങ്ങളും മക്കളെ ഓർത്തിരിക്കാൻ കഴിയോ? നമ്മളെ ഉമ്മാക്ക് എല്ലാ സെക്കൻഡിലും നമ്മെ ഓർത്തിരിക്കാൻ കഴിയോ? കഴിയൂല. പക്ഷേ ഒരു സെക്കൻഡും നമ്മെ മറക്കാത്ത ഒരാളുണ്ട്. വമാ കാന റബ്ബുക നസിയ്യ വലാ യദില്ലു റബ്ബി. ഖുർആൻ പറഞ്ഞല്ലോ, അല്ലാഹു തആല ഒരു സെക്കൻഡിലും ഒരു നിമിഷവും നമ്മുടെ കാര്യത്തിൽ അശ്രദ്ധനേ അല്ല. ഒരു സെക്കൻഡിൽ ഏതാ റബ്ബ്? ഈ റബ്ബ് നമ്മെ ഓർക്കുന്നുണ്ട്. പിന്നെ മനുഷ്യനൊന്നും ബേജാറാവല്ല. നമ്മൾ ഈ കാണുന്ന ഈ പ്രപഞ്ചമൊന്നും അല്ല പഠിച്ചോണ്ട്. അള്ളാന്റെ സൃഷ്ടികളിൽ ചെറിയ സാധനത്തിന്റെ പേരായി ഭൂമി മൊത്തം. നമുക്കിപ്പോ നമ്മുടെ നാട്ടില് വലിയ പൈസക്കാരുണ്ടായാലും ഒരു 10 മാളുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ വലിയ സംഭവമല്ല. ഈ പ്രപഞ്ചമൊന്നും അല്ല അള്ളാന്റേത്. ഇത് വളരെ ചെറിയൊരു സാധനം മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഭൂമി മൊത്തം 44,000 കിലോമീറ്റർ ആണ്. അതുകൊണ്ടാണ് ഭൂമി ചുറ്റി സഞ്ചരിച്ച ഒരുപാട് ആളുകളെ ചരിത്രത്തിൽ കാണാം.
കാരണം അത്രേ ഉള്ളൂ, ചുറ്റി സഞ്ചരിക്കാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ ഈ കാണുന്ന ആകാശം, ഇതിന് ആകാശഗംഗ എന്ന് മലയാളത്തിലും മിൽക്കി വേ എന്ന് ഇംഗ്ലീഷിലും പറയും. ഇതിന്റെ ഒരറ്റത്ത് നിന്ന് അടുത്ത അറ്റത്തേക്ക് എത്തണമെങ്കിൽ 1,00,000 പ്രകാശവർഷം യാത്ര ചെയ്യണം. കണക്കൂട്ടിയാൽ മതിയാവില്ല. ഒരു പ്രകാശവർഷം പറഞ്ഞാൽ 9 കോടി വർഷം. അങ്ങനെയുള്ള 1,00,000 പ്രകാശവർഷം യാത്ര ചെയ്താലേ ഇതിന്റെ ഒരറ്റത്ത് നിന്ന് അടുത്ത അറ്റത്തേക്ക് എത്തും. ഇനി ഇതുപോലത്തെ 20,000 കോടി വേറെ നിലവിൽ കാണപ്പെട്ടതുണ്ട്. ഇതൊക്കെ ഒരു ആകാശത്താണ് താനും, വേറെ 6 ആകാശമുണ്ട്. ഇതിന് മൊത്തം ഒരു മുതലാളിയേ ഉള്ളൂ. അതാരാ മുനികളെ? നമ്മളെ റബ്ബാണ്. ആ റബ്ബ് പറയാ, ഞങ്ങളൊരു സെക്കൻഡ് മറക്കും കേട്ടോ, നിങ്ങളെ കാര്യത്തെ ഞാൻ അശ്രദ്ധനാവും കേട്ടോ. വല്ലാതെ നമ്മോട് സ്നേഹവും നമുക്ക് പുറത്തു തരാൻ താല്പര്യമുള്ള റബ്ബാണ് ആ അല്ലാഹു തആല. ആ റബ്ബ് നമ്മോട് പറയാ, നിങ്ങൾ ആരും നിരാശരായി നടക്കരുത്. റബ്ബാ നമ്മോട് പറയുന്നത്, നിങ്ങൾ ആരും നിരാശരായി പോകരുത്. അതുകൊണ്ടാണ് ഒരു സൂഫിയായ മഹാൻ അള്ളാഹുവോട് ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ ഒരിക്കൽ പറഞ്ഞു, പടച്ചോനെ നിന്റെ റഹ്മത്ത് എന്തായാലും എനിക്ക് കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം എന്താ? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഫമൻ താബ മിൻ ബഅദി ദുൽമി വഅസ്ലഹ ഫഇന്നല്ലാഹ യതൂബു അലൈഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. തെറ്റുകളൊക്കെ ഒരുപാട് പറ്റിപ്പോയ മനുഷ്യനാണെങ്കിൽ പോലും അതൊക്കെ ഒന്ന് തിരുത്തി നന്നാവാൻ തീരുമാനിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരുങ്ങിയാൽ അവന് അള്ളാഹു റഹ്മത്ത് ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ എന്റെ തെറ്റുകളെ നിർത്തിക്കൊള്ളാം, എന്നിട്ട് നന്നാവാൻ റെഡിയാറപ്പേ, എങ്കിൽ നിന്റെ റഹ്മത്ത് ലഭിക്കുമല്ലോ. എന്നിട്ട് സൂഫിയായ മഹാൻ പിന്നെ പറയാൻ, ഞാൻ അതിനെങ്ങാനും അർഹനല്ലെങ്കിലോ, ഞാൻ തൗബ ശരിയായില്ല എന്ന് വെച്ചാലോ, ഖുർആനിൽ ഇങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് ധാരാളം റഹ്മത്ത് ചെയ്യുമെന്ന്. ഞാൻ മുഅ്മിനീങ്ങളുടെ ഒരാളല്ലേ റബ്ബേ? ഇനി അതിലും ഞാൻ ഉൾപ്പെടില്ല എന്ന് വന്നാലോ, ഖുർആൻ പറഞ്ഞ മുഅ്മിനീങ്ങളെ സവിശേഷതയൊന്നും എന്നിലില്ല എന്ന് വന്നാലോ, വിശുദ്ധ ഖുർആനിൽ റബ്ബേ നീ ഇങ്ങനെ പറഞ്ഞല്ലോ, വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എല്ലാ വസ്തുവിലും എന്റെ റഹ്മത്ത് ഉണ്ടാകുമെന്ന്. ഒരു വസ്തു എന്ന് വിളിക്കാൻ എന്തായാലും എന്നെ പറ്റുമല്ലോ, ഒരു വസ്തു എന്ന് വിളിക്കാൻ എന്നെയും പറ്റുമല്ലോ. വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ എന്ന് നീ പറഞ്ഞല്ലോ റബ്ബേ, എല്ലാ വസ്തുവിലും എന്റെ റഹ്മത്ത് ഉണ്ടാകുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു വസ്തു എന്ന് പരിഗണിക്കപ്പെടാൻ എന്നെയും പറ്റുമല്ലോ റബ്ബേ. നീ അതിലും എന്നെ പറ്റൂല എന്ന് വന്നാലോ, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അത് വല്ലാത്തൊരു മുസീബത്തല്ലേ. ഒരു ഷഹീദ് എന്ന് വിളിക്കപ്പെടാൻ പോലും നമ്മൾ യോഗ്യനല്ലാതിരിക്കുക, അതൊരു മുസീബത്താണ്. മുസീബത്ത് വന്നാൽ മുഅ്മിനീങ്ങൾ എന്താ ചൊല്ലുക? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലും. അങ്ങനെ ചൊല്ലുന്ന മനുഷ്യരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്കും അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകും. ഈ മുസീബത്ത് പോലും എനിക്ക് വന്നാൽ പോലും നിന്റെ റഹ്മത്ത് എന്നിൽ നിന്ന് അകന്നു പോകില്ലല്ലോ, നിന്റെ റഹ്മത്തിന് ഞാൻ അർഹനാണല്ലോ എന്ന് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാന്റെ ദുആ ആണ്. പടച്ചോൻ നമ്മളെ മറക്കൂല. പലരും നമ്മെ മറക്കും, അല്ലാഹു നമ്മെ മറക്കില്ല. വമാ കാന റബ്ബുക നസിയ, ഈ ആയത്ത് എല്ലാവരും പഠിച്ചു വെക്കണം. വമാ കാന റബ്ബുക നസിയ, നോക്കിയാൽ വമാ കാന റബ്ബുക നസിയ, അല്ലാഹു ഒരു സെക്കൻഡ് നമ്മെ മറക്കൂല. ഈ പ്രപഞ്ചം മൊത്തം കൈകാര്യം ചെയ്യുന്നുണ്ട്. നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത അത്രയും വസ്തുക്കൾ അല്ലാഹു നോക്കുന്നുണ്ട്. പക്ഷേ വമാ കാന റബ്ബുക നസിയ, ഒരു നിമിഷം പോലും നമ്മെ മറക്കാത്തവൻ അല്ലാഹുവാണ്. ഈ പടച്ചോൻ നമ്മളോട് പറയാ, ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ എന്റെ റഹ്മത്തിൽ നിരാശപ്പെടുന്ന എന്നൊന്നും പടച്ചോൻ നോക്കൂല എന്ന് ചിന്തിക്കുന്ന ആളുകൾ നിങ്ങൾ ആവല്ലേ എന്നാ റബ്ബ് നമ്മളോട് പറയുന്നത്. ആ റബ്ബാണ് നമ്മോട് പറയുന്നത്, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. ഒരു പ്രയോഗം പറഞ്ഞത്, നിങ്ങളെ തൗബ സ്വീകരിക്കാൻ അല്ലാഹുവിന് വല്ലാത്ത താല്പര്യമാണ്. നിങ്ങളോട് പുറത്താക്കാൻ താല്പര്യമല്ല. മുഅ്മിനീങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇപ്പൊ ബറാഅത്തിലാവ് കഴിഞ്ഞു പോയി, അല്ലാഹു തആല കോടിക്കണക്കായ മുഅ്മിനീങ്ങൾക്ക് പുറത്തു, എത്രയെന്ന് ആർക്കും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞത് തന്നെ,
എണ്ണാൻ കഴിയാത്തത്ര ആടുള്ള ഒരു ഒരു ഗോത്രത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവരെ ആടിന്റെ ശരീരത്തിലുള്ള രോമത്തിന്റെ അത്ര ആളുകൾക്ക്. ഇതിങ്ങനെ കേട്ടപ്പോ നമ്മൾ വെറുതെ ഇന്നത്തെ കാലത്ത് എല്ലാം സെർച്ച് ചെയ്യാൻ സുഖമാണല്ലോ. അപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഒരാടിന് എത്ര രോമം ഉണ്ടാവും. പ്രത്യേകിച്ച് അറബ് ലോകത്താണ് അധികം ചെമ്മരിയാടോ. അപ്പൊ 1 കോടി മുതൽ 10 കോടി വരെ രോമം ഉണ്ടാവുന്ന കോടിക്കണക്കിന് ആടുകളുള്ള ഒരു ഗോത്രത നോക്കിയിട്ട് മുത്തുനബി പറയാം, ഈ ആടിന്റെ ഒക്കെ രോമത്തേക്കാൾ കൂടുതൽ മനുഷ്യർക്ക് അള്ളാഹു ബറാത്തരാവിലെ പുറക്കുമെന്ന്. നമ്മളതിൽ ഉൾപ്പെടാതിരിക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വർഷങ്ങൾ ഉൾപ്പെടുത്തൂലെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെന്താ വലിയ ഉന്മയിലെ മനുഷ്യന്മാരാ? നിങ്ങളെ അള്ളാഹു താല നമ്മളങ്ങനെ അകറ്റി നിർത്തുമൊന്നുമില്ല. അള്ളാഹുവിനെ നമ്മളാരും പരാജയപ്പെടണമെന്ന ഒരു താല്പര്യവുമില്ല. അള്ളാഹുവിനെ നമ്മളാരും നരകത്തിലാക്കണമെന്ന ഒരു ആഗ്രഹവുമില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് ദുആ ചെയ്താൽ ഉത്തരം കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പോലും ചിന്തിക്കാൻ പാടില്ല എന്നല്ലേ? ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ച് ദുആ ചെയ്തോളൂ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഞാനാ ചോദിക്കണം, കിട്ടാൻ വലിയ ചാൻസ് ഒന്നുമില്ല, ചിന്തിക്കണ്ട. ചോദിക്കണം ഞാനും ഓരോന്നല്ല, മുജീബായ റബ്ബിനോടാ ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ ഇസ്മാണ് മുജീബ്, ദുആഇന് ഉത്തരം നൽകുന്നവൻ. ദുഊനി, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം തരാലോ എന്ന് പറഞ്ഞ റബ്ബ് വാഗ്ദാനം ലംഘിക്കാത്ത റബ്ബാണ്. ആ റബ്ബിനോടാ ചോദിക്കുന്നത്. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ, ഈ സർവ്വ പ്രപഞ്ചങ്ങളുടെ സർവ്വ നിയന്ത്രണവും കൈകാര്യം ചെയ്യുന്ന അല്ലാഹുവിനോടാണ് നമ്മൾ ചോദിച്ചത്. ആ റബ്ബ് നമുക്ക് സ്പെഷ്യൽ പെർമിഷൻ തന്നതാ, നിങ്ങൾ ചോദിച്ചോളി, ഞാൻ ഉത്തരം തരാമെന്ന്. ആ റബ്ബാ പറഞ്ഞത്, ഞാനൊരു നിമിഷം പോലും മറന്നു പോകാതെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് പറഞ്ഞത് അല്ലാഹുവാണ്. അതുകൊണ്ടല്ലേ പണ്ട് മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീയിൽ ഇങ്ങനെ 7 ദിവസം നിന്നിട്ട് തിരിച്ചു വരുന്നത് കണ്ടപ്പോ നമ്രൂദ് പോലും പറഞ്ഞു പോയല്ലോ, നിഅമ റബ്ബുക, എന്ത് പടച്ചോനാനിന്റെ പടച്ചോൻ ഇബ്രാഹിമേ എന്നും നമ്രൂദ് പോലും ചിന്തിച്ചു പോയിരുന്നു. എന്നിട്ട് അന്ന് നമ്രൂദ് പറഞ്ഞിരുന്നു, ഞാൻ വേണമെങ്കിൽ ഈ പടച്ചോന് വേണ്ടിയിട്ട് ഒരു 4000 പോത്തിന് അറുത്തോളാന്ന് പറഞ്ഞു. എന്താ കാരണം എന്നറിയോ? നമ്രൂദ് അത്രയും വലിയ തീക്കുണ്ടാൻ ഉണ്ടാക്കി എറിഞ്ഞിട്ട് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന്റെ അപ്പുറത്തൂടെ നല്ല റാഹത്തോടെ ഇങ്ങനെ തിരിച്ചു വരിക. അപ്പൊ മൂപ്പര് പറഞ്ഞതാ, നിഅമ റബ്ബുക, എന്തൊരു പടച്ചോനങ്ങളെ പടച്ചോന്, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടും നിങ്ങൾക്കൊരു പ്രയാസവും വരാതെ നിങ്ങൾ തിരിച്ചു വന്നല്ലോ. അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞൊരു മറുപടി ഉണ്ട്, മാ കുൻതു അയ്യാമൻ ഖത്തു അൻഅമ മിന്നി ഫിൽ അയ്യാമില്ലത്തി കുൻതു ഫീഹാ ഫിന്നാർ. ഞാൻ ഈ തീയിലൂടെ നടന്ന ഈ 7 ദിവസങ്ങളേക്കാൾ മനോഹരമായി ആശ്വസിച്ച് സന്തോഷിച്ച് ജീവിച്ച മറ്റൊരു കാലം എന്റെ ആയുസ്സിലില്ല. ഇത് കണ്ടപ്പോഴാ മുമ്പിൽ പറഞ്ഞില്ല, ഞാൻ 4000 ആടിനെ അറുത്തോളാം ഈ പടച്ചോന് വേണ്ടിയിട്ട്. എന്നാ പടച്ചോ എന്നെ ഇങ്ങനെ അപ്പോന്ന് ചോദിക്കണം. അല്ലാഹു അല്ലാത്ത റബ്ബാണ്, അല്ലാഹു ഖാലിഖുൽ ഷൈഇ. ഖുർആൻ ചോദിച്ചില്ല നമ്മളോട്, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, ഈ റബ്ബല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഒന്നുണ്ടാക്കിയോ? എല്ലാത്തിന്റെ കൺട്രോൾ പടച്ചോന്റെ കയ്യിലാണ്. എന്നാലും നമ്മൾ ദുനിയാവ് കിട്ടാൻ സമീപിക്കുന്നത് ഏതോ ദുനിയാവിലെയാണ്. എല്ലാവരും ഓതും, ഓരോ ഷൈഇലും അല്ലാഹുവിന് പവറുണ്ട്, ഓരോ ഷൈഇലും ഓരോ വസ്തുവിലും അല്ലാഹുവിന് പവറുണ്ട്. എന്നാലും നമ്മൾ ചെറിയൊരു പ്രയാസം വരുമ്പോഴേക്ക് അസ്മാഉൽ ഹുസ്ന ഓതുമ്പോൾ അല്ലാഹു റാസിഖ എന്നൊക്കെ പറഞ്ഞാലും പ്രയാസം വന്നാൽ പരിഹാരമാവാൻ പെണ്ണുങ്ങളെ കയ്യിലെ സ്വർണവും ബാങ്കിലെ പൈസയും വേണം തന്നെ നമ്മൾ തവക്കുലാക്കിയാൽ അതൊരു പ്രശ്നമാണ്. അല്ലാഹുവിനെ മനസ്സിലാക്കിയാൽ ആ നിരാശ ഒന്നുമില്ല, അല്ലാഹുവിനെ മനസ്സിലാക്കിയാൽ ആ ടെൻഷൻ ഒന്നുമില്ല. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയ. ചില ആളുകൾ ഇതൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയും, അത് ഇബ്രാഹിം നബിക്കല്ലേ കൊടുത്തത്. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന്റെ മുമ്പിൽ ഒരു വടികൊണ്ട് അടിച്ചപ്പോൾ കേറിയാണ് പോയില്ലേ, അത് മൂസാ നബിക്കല്ലേ. അല്ലാഹു തആല ഇത് അവർക്ക് മാത്രം സ്പെഷ്യലാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അന്നത്തെ റബ്ബന്നല്ലേ ഇന്ന് റബ്ബ് അല്ലേ? റബ്ബ് മാറിയോ? റബ്ബിന്റെ കഴിവ് കുറഞ്ഞോയോ? റബ്ബിന് തരാൻ വല്ല മടിയുണ്ടോ? ഒന്നുമില്ല.
ഇന്നാ ലനൻസുറു റുസുലനാ, നമ്മുടെ മുർസലീങ്ങളെ നാം സഹായിക്കും. വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ, അവരെ മാത്രമല്ല മുഅ്മിനീങ്ങളായ ആളുകളെ നാം അതുപോലെ സഹായിക്കുമെന്ന് അല്ലാഹുവാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അമ്പിയാക്കൾക്ക് ഭയമില്ലാതിരുന്നത്. പണ്ട് മഹാനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. ഹജ്ജിന് പോകാൻ തീരുമാനിച്ചപ്പോ മക്കളോടൊക്കെ ഇങ്ങനെ മുഷാവറ ചെയ്തു, ഞങ്ങളെ ഹജ്ജിന് പോകാൻ. അപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശരിയായി നടക്കണമല്ലോ, കുറച്ചു കാലത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഇവിടെ റെഡിയാണ്. അഥവാ കുടുങ്ങി എന്താ ചെയ്യാതെ മക്കളോട് മുഷാവറ ചെയ്യുന്നത്. അപ്പൊ മക്കളൊക്കെ പറഞ്ഞു, വാപ്പ ഹജ്ജിന് പോകരുത്, ഞങ്ങൾ കുടുങ്ങും. ചെറിയ മോള് പറഞ്ഞു, വാപ്പ പോയിക്കോളി, റിസ്ക് തരുന്നാളുകളൊന്നുമല്ലല്ലോ, റിസ്ക് തരുന്നാളാരാ? പഠിച്ചോനാ. നിങ്ങൾ റിസ്ക് കഴിക്കുന്ന ആളല്ല, റിസ്ക് തരുന്ന ആള് റബ്ബല്ലേ, വാപ്പ പോയിക്കോളി. അങ്ങനെ പോയി. കുറച്ചു കഴിഞ്ഞു വീട്ടിലെ സാമ്പത്തിക ശേഷി ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി. അപ്പൊ എല്ലാ മക്കളും ചെറിയ മോളെ ചീത്ത പറഞ്ഞു, നീ പറഞ്ഞിട്ടല്ലേ വാപ്പ പോയത്. അപ്പൊ അവൾക്കറിയാം ഞാൻ അല്ലാഹുവിനെ തവക്കുലാക്കിയത്. അല്ലാഹുവിനെ ഏൽപ്പിച്ചാൽ അല്ലാഹു ഒരാളെയും നിരാശനാക്കൂല. അല്ലാഹുവിനെ ഏൽപ്പിച്ച ഒരാളെയും അല്ലാഹു നിരാശനാക്കാറില്ല. നമ്മൾ ഒരിക്കൽ പോലും ദുആ ചെയ്യാതെ കോടിക്കണക്കായ അനുഗ്രഹങ്ങളെ നമുക്കിങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബ് ഒരു പ്രതിസന്ധിയിൽ അല്ലാഹു വിളിച്ചാൽ കേൾക്കാതിരിക്കുക ഒരിക്കലും ചെയ്യൂല. പക്ഷെ ഉള്ളിൽ ബോധം ഉണ്ടാവണം, എന്റെ റബ്ബിനെ ഞാൻ വിളിക്കുന്നത്. ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്ത റബ്ബാണ് എന്റെ അല്ലാഹു തആല. ഈ ബോധം നമ്മുടെ കൽബിൽ വേണം. അവരിങ്ങനെ വീട്ടിലെ ഭക്ഷണമൊക്കെ ഇങ്ങനെ അവസാനിക്കാൻ സമയമായ സമയത്താണ് ഡമസ്കസിന്റെ ഭരണാധികാരി ആ വീടിന്റെ മുന്നിലൂടെ യാത്ര ചെയ്യുന്നത്. അവർക്ക് വിശന്നു, കയ്യിലുള്ള വെള്ളമൊക്കെ കഴിഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഏറ്റവും അടുത്തുള്ള വീട്ടിൽ നിന്ന് നല്ലൊരു പാനീയം കൊണ്ടുവരിക. പട്ടാളക്കാരി പോയപ്പോ അടുത്ത വീട് ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ്. രാജാവ് വന്നത് പറയുമ്പോ നല്ല പാനി, ഉള്ളതിൽ നല്ല പാനീയം ഉണ്ടാക്കിയിട്ട് രാജാവിനെ കൊടുത്തയച്ചു. അപ്പോ രാജാവ് ചോദിച്ചു, എവിടെ വീടിന്റെ സാഹിബ് എവിടെ? അപ്പൊ പറഞ്ഞത് ഹാത്തമുൽ അസ്സമിന്റെ വീടാണ്. ഹാത്തമുൽ അസ്സം ഹജ്ജിന് പോയതാണ്. രാജാവിന് വല്ലാത്ത സന്തോഷം, ഒരു സ്വാലിഹായ മനുഷ്യന്റെ വെള്ളല്ലേ കുടിച്ചത് എന്ന് പറഞ്ഞ് കയ്യിലുള്ള എല്ലാ സ്വർണ്ണ നാണയങ്ങളും ആ വീട്ടിൽ കൊടുത്തിട്ട് രാജാവ് കൂടെയുള്ള പട്ടാളക്കാരോട് പറഞ്ഞു, എന്നെ ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്ത പോലെ ചെയ്തോളി, കയ്യിലുള്ളത് മൊത്തം ഈ വീട്ടുകാർക്ക് കൊടുത്തേക്കുകയാണ്. അല്ലാഹു തആല ഏൽപ്പിച്ചു പോയ ഒരാള് ജീവിതത്തിൽ നിരാശരാകുകയോ ആഖിറത്തിൽ പ്രയാസപ്പെടുകയോ ചെയ്യേണ്ടി വരില്ല. ഇന്നാ ലനൻസുറു റുസുലനാ, അല്ലാഹു പറയുന്നത് മുർസലീങ്ങളെ നാം സഹായിക്കും. വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ, അവർക്ക് മാത്രം സ്പെഷ്യലൊന്നുമല്ല, എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ഇതുപോലെ സഹായം നൽകും. അമ്പിയാക്കൾക്ക് നൽകിയ മഹോന്നതമായ സഹായങ്ങളെ പരാമർശിച്ച ശേഷം ഖുർആൻ ഇങ്ങനെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, വകദാലിക നൻജിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെയും അല്ലാഹു ഇതുപോലെ വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു സഹായിച്ച് രക്ഷപ്പെടുത്തും. റബ്ബൊന്നും മാറിയിട്ടില്ല, റബ്ബിന്റെ കഴിവൊന്നും കുറഞ്ഞിട്ടില്ല. പക്ഷെ ആ പടച്ചോനെ നമ്മളെ വലിയ ഇഷ്ടമാണ്. ആ കാര്യമാണ് നമ്മുടെ കൽബിൽ ഉണ്ടാകേണ്ടത്. ആ റബ്ബിന് നമ്മെ വല്ലാത്ത ഇഷ്ടമാണ്. യദ്ഉകും ലിയഗ്ഫിറ ലക്കും മിൻ ദുനൂബിക്കും, ഖുർആൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരാനാ വദൂദായ സ്നേഹനിധിയായ അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത്. യദ്ഉകും ലിയഗ്ഫിറ ലക്കും മിൻ ദുനൂബിക്കും. മറ്റൊരായത്തിൽ കാണാം, വല്ലാഹു യദ്ഉ ഇലൽ ജന്നത്തി വൽ മഗ്ഫിറതി ബിഇദ്നിഹി, അല്ലാഹു നമ്മെ ക്ഷണിക്കുന്നത് തന്നെ സ്വർഗ്ഗത്തിലേക്കും പാപമോചനത്തിന്റെ മാർഗത്തിലേക്കുമാണ്. നമ്മൾ എങ്ങനെയൊക്കെ രക്ഷപ്പെടണമെന്ന ആഗ്രഹമാണ് അല്ലാഹുവിനുള്ളത്. നമ്മൾ ദുനിയാവിൽ നല്ല സന്തോഷത്തിലാവണം, ആഖിറത്തിലും നല്ല സന്തോഷത്തിലാവണം. ഇതാണ് അല്ലാഹുവിന്റെ ആഗ്രഹം. ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്, മാ യുരീദുല്ലാഹു ലിയജഅല അലൈക്കും മിൻ ഹറജിൻ വലാകിൻ യുരീദു ലിയുത്ഹിറക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കൽ അല്ലാഹുവിന്റെ താല്പര്യമേ അല്ല, പകരം നമ്മെ ശുദ്ധീകരിക്കൽ അല്ലാഹുവിന്റെ താല്പര്യമാണ്. ഈ റബ്ബിലേക്ക് നമുക്ക് ഓടിയെടുക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ മഹ്ശറിലേക്ക് എത്തുന്ന ഒരു രംഗങ്ങൾ ആലോചിക്കുക. നാം വല്ലാതെ പുറത്തു തരാൻ താല്പര്യമുള്ള ഒരു പഠിച്ചവൻ. മുഅ്മിനീങ്ങളെ സംഘടനകൾ ബക്കറ്റായിട്ട് വരുമ്പോ റാഹത്തോടെ കയ്യിലുള്ളതിൽ നിന്ന് അല്ലാഹുവിന് വേണ്ടി നൽകാൻ
നൽകാൻ പറ്റിയതിൽ നല്ലത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. ഇങ്ങനത്തെ രണ്ടാളും പഠിച്ചാൽ തന്നെ അല്ല നിങ്ങൾ എനിക്ക് വേണ്ടി ചെലവഴിച്ചോട് ഞാൻ നിങ്ങൾക്ക് തന്നോളം പഠിച്ചും പറഞ്ഞതാണ്. മഹ്ശറിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അല്ലാഹു വല്ലാതെ റഹ്മത്ത് ചെയ്യുന്നവരാണ്. നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് വരെ സിറാത്ത് പാലത്തിൽ കാത്തിരിക്കുന്ന ഷഫീആയ മുഹമ്മദ് മുസ്തഫ റഹീമായ റബ്ബിന്റെയും ഷഫീആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്നേഹത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു സ്ഥലമായി മുഅ്മിനീങ്ങളുടെ മഹ്ശർ മാറും. അത്ര വലിയ സ്നേഹം നമ്മൾ മറ്റൊരു സ്ഥലത്ത് അനുഭവിക്കൂല, അതിന്റെ മുമ്പ് അനുഭവിക്കൂല. ഒരിക്കൽ അല്ലാഹു തആലയോട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യാ റബ്ബി ജഅൽ ഹിസാബ ഉമ്മത്തി ഇലയ്യ ലിഅല്ലാ യത്തലി അലാ മസാമിഹിം ഗൈരി. പടച്ചോനെ, എന്റെ ഉമ്മത്തിന്റെ ഹിസാബ് വിചാരണയുടെ പെർമിഷൻ എനിക്ക് തരാമോ? എങ്കിൽ അവർ ചെയ്ത ന്യൂനതകളൊന്നും ആരും അറിയൂലല്ലോ റബ്ബേ, ഞാൻ മാത്രം അറിഞ്ഞാൽ പോരെ. കരുതൽ. അപ്പൊ അല്ലാഹുവിന്റെ മറുപടി അതിനേക്കാൾ മനോഹരം. യാ മുഹമ്മദ് ഹും ഉമ്മത്തുക വഹും ഇബാദി. നബിയേ, അവർ അങ്ങയുടെ ഉമ്മത്തും എന്റെ അടിമകളുമാണ്. വഅനാ റഹമു ബിഹിം മിൻക. അങ്ങ് അവരോട് കാണിക്കുന്നതിനേക്കാളേറെ എനിക്ക് അവരോട് ഇഷ്ടമാണ്. അതുകൊണ്ട് അവരുടെ ഒരു ന്യൂനതയും ആരും അറിയാനും ഞാൻ സമ്മതിക്കുകയില്ല എന്ന് അല്ലാഹു തആല സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കുക. ഈ സ്നേഹത്തിന്റെ ഇടയിലാണ് നമ്മൾ മഹ്ശറിൽ ഉണ്ടാവുക. പക്ഷെ ആ റബ്ബിലേക്ക് എങ്ങനെ കയറി ചെല്ലാൻ ലളിതമായ മാർഗമുണ്ട്. എപ്പോഴും ദുനിയാവിന്റെ നിയമവും ആഖിറത്തിന്റെ നിയമവും ചെറിയ പണിക്കായിരിക്കും വലിയ പ്രതിഫലം ഉണ്ടാവുക. പറഞ്ഞ മനസ്സിലായില്ല. ഇസ്ലാം കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് മുഅ്മിനീങ്ങളെ? ഷഹാദത്തുൽ ഈമാൻ. സംശയിക്കാല്ല, കാരണം അതിനെല്ലാം ഫസ്റ്റ് ഉണ്ടായത്. ഇസ്ലാം കാര്യത്തിലെ പ്രധാനമന്ത്രി ആര് തന്നെയാണ്? ഷഹാദത്തുൽ ഈമാനാണ്. നല്ലോണം മനസ്സിലാക്കണം. നമ്മളൊന്ന് കൽബ് തുറന്നിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു. ഒരു ഇഷാറായിട്ടല്ലോ ഒന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്. ഇസ്ലാം കാര്യത്തിലെ പ്രധാനമന്ത്രി ആരെന്നാണ്? ഷഹാദത്ത് കലിമയാണ്. ഒരു പ്രധാനമന്ത്രിയുടെ പി എ ഒരു ഭാഗത്തുണ്ട്, മുഖ്യമന്ത്രിയുടെ പി എ ഒരു ഭാഗത്തുണ്ട്, ജില്ലാ കളക്ടറുടെ പി എ ഉണ്ട്. ആർക്കും അവസാനം ഉണ്ടാവുക? ആർക്കും കൂടുതൽ സ്വാധീനം? നാട്ടുകാർ ഇവിടെ ഇല്ലേ? ആരുടെ പി എ ഉണ്ടാവുക? പ്രധാനമന്ത്രിക്ക് ഉറപ്പല്ലേ? ഇസ്ലാം കാര്യത്തിലെ പ്രധാനമന്ത്രി ഷഹാദത്ത് കലിമയാണ്. ഇനി ഇതിനൊക്കെ സുന്നത്തുകളുണ്ടല്ലോ അല്ലേ? ഹജ്ജിന് ഉണ്ട്, സകാത്തിന് സദഖയുണ്ട്, ഫർദ് നോമ്പിന് സുന്നത്ത് നോമ്പുണ്ട്, ഫർദ് നിസ്കാരത്തിന് സുന്നത്ത് നിസ്കാരമുണ്ട്. ഷഹാദത്ത് കലിമയുടെ സുന്നത്തിന്റെ സ്ഥാനത്തുള്ള അമൽ ഏതാണ്? അതെന്താണ്? തസവ്വുഫിന്റെ കിതാബുകൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഷഹാദത്ത് കലിമയെ താങ്ങി നിർത്തുന്ന അമൽ. ഷഹാദത്ത് കലിമയുടെ സ്വഭാവമുള്ള അമൽ. ബാക്കി നാലെണ്ണത്തിന് നിബന്ധന ഉണ്ട്. ഉംറ എപ്പോഴും ചെയ്യാൻ പറ്റൂല, സകാത്ത് എപ്പോഴും കൊടുക്കാൻ പറ്റൂല, നോമ്പ് എപ്പോഴും എടുക്കാൻ പറ്റൂല, നിസ്കാരം എല്ലാ നിബന്ധനകളും പാലിക്കണം, ഖിബലക്ക് മുന്നിടണം, എല്ലാ നിബന്ധനകളും പാലിക്കണം. ഇത് എല്ലാ സമയത്തും പറ്റുന്ന അമൽ ഏതാ? അത് ദിക്റുല്ലാഹ് വസ്സലാത്തു അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് മുഅ്മിനീങ്ങളെ ശരിക്കും ഗൗരവിച്ച് കാണണം. ഷഹാദത്ത് കലിമയെ താങ്ങി നിർത്തുന്ന അമല് ഏതാണ്? ദിക്റും സ്വലാത്തുമാണ്. അതുകൊണ്ടാണ് അതിന് നിബന്ധനയില്ല. 4 ഗുണങ്ങളാണ് വിഗ്രഹം. ഭാരമില്ലാത്ത അമല, എത്രയും ചെയ്യാം. ലാഭം ഉറപ്പുള്ള അമലാണ്. എത്ര ചെയ്താലും ക്ഷീണം വരാത്ത അമലാണ്. നിബന്ധനകളില്ലാത്ത അമലാണ്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. ഖുർആൻ പറഞ്ഞല്ലോ, നടക്കുമ്പോഴും വേണം, ഇരിക്കുമ്പോഴും ദിക്ർ വേണം, കിടന്നാലും ദിക്ർ വേണം.
എപ്പോഴാ വിക്രം ഒഴിവാകാൻ പറ്റുക? ആകെ ടോയ്ലറ്റിലാണ്. അതിന് പകരം അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ ഉഫ്രാനൊക്കെ പഠിച്ചവന് വിക്രം ചെല്ലാൻ പറ്റാത്ത സ്ഥലത്തായി ഇരുന്നത് പൊറുക്കണെന്ന് പറയും. ഇത് ഈമാന്റെ അടിത്തറയാണ്. മുമ്പിനെ നമ്മൾ ഈ ബിൽഡിങ്ങിൽ ഏറ്റവും സ്ട്രോങ് ആവേണ്ട സ്ഥലം ഇതിന്റെ തറയാണ്. എന്നാൽ നമ്മുടെ ഈമാൻ ഏറ്റവും സ്ട്രോങ് ഉള്ളതാവണമെങ്കിൽ നമ്മളിൽ ദിക്ർ ഉണ്ടാവണം. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇന്ന് റമദാനിൽ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയ അമൽ എന്തൊക്കെയാ? നമുക്ക് നോമ്പെടുക്കാം, തറാവീഹ് നിസ്കരിക്കാം. ഇതപ്പോ റമദാനിന്റെ സ്പെഷ്യലുള്ളത്. പിന്നെ അത്താഴവും നോമ്പ് തുറയും, ബാക്കിയൊക്കെ എല്ലാ കാലത്തും ഉള്ളതാ. പക്ഷെ റമദാനിൽ നമ്മളത് ഗൗരവത്തോടെ ചെയ്യും. എന്നാലും നമുക്ക് ഒരുപാട് സമയം ബാക്കിയാണ്. ഖുർആൻ ഓതണം വളരെ നല്ലതാ. പക്ഷെ എപ്പോഴും നമുക്ക് ഖുർആൻ ഓതാൻ നമുക്ക് നമ്മളാരും ഹാഫിളീങ്ങളല്ലല്ലോ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഖുർആൻ ഓതാൻ നമുക്ക് ചെറിയ ചില സൂറത്തുകളൊക്കെ കഴിയുമെന്നല്ലാതെ നമുക്കങ്ങനെ ഒരുപാട് ഓതി തീർക്കാൻ കഴിയില്ലല്ലോ. എപ്പോഴും ചെയ്യാൻ കഴിയുന്ന ഒരു നിബന്ധനയും ഇല്ലാത്ത ഈമാൻ സ്ട്രോങ് ആവാൻ ഏറ്റവും ലളിതമായ മാർഗം ദിക്റുല്ലാഹി വസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്റും വർദ്ധിപ്പിക്കുക, സ്വലാത്തും വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇന്ന് നിങ്ങൾ വെറുതെ ഇരുന്ന സമയത്ത്, ഇന്ന് നേരം വെളുത്തത് മുതൽ ഇതുവരെ ചുണ്ടിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത സമയത്ത് നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ചൊല്ലിയിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിരുന്നെങ്കിൽ, എന്തായാലും ഒരു 5000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്കിലും ചൊല്ലാനുള്ള സമയം ഇന്ന് നിങ്ങളെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവൂലേ? ഉണ്ടാവൂല്ലേ? ഉണ്ടാവൂല്ലേ? അസ്തഗ്ഫിറുല്ലാഹ് 100 തവണ ചൊല്ലാൻ എത്ര സമയം വേണം? എത്ര സമയം വേണം? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 100 തവണ ചൊല്ലാൻ എത്ര സമയം വേണം? ഒന്ന് കണ്ണടച്ചേക്കാൻ നോക്കാം. എത്ര സമയം വേണം നോക്കുക. എല്ലാവരും കണ്ണടച്ചേക്കാൻ. കണ്ണടക്കി ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് 100 തവണ ചൊല്ലി കഴിഞ്ഞാൽ കണ്ണ് തുറക്കട്ടോ. അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്. 2:07 സമയം. പൂർത്തിയാക്കിയാൽ കണ്ടുനോക്കാം. പ്രയാണങ്ങളൊക്കെ കഴിഞ്ഞു. 1 മിനിറ്റാണ് സമയമായിട്ടുള്ളത്. ഒരു 100 ഇസ്തിഗ്ഫാർ നമ്മൾ തുണി മുമ്പായി മാറ്റുന്ന സമയം പോലും വേണ്ട. ഇങ്ങനെ ഒരു 10-1.5 മിനിറ്റ് മാറ്റി വെച്ചാല് 1000 ഇസ്തിഗ്ഫാർ ആവുക, 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവുക. അപ്പൊ നമ്മളെ കയ്യിൽ ഒരു കൗണ്ടറോ ഒരു തസ്ബീഹൊക്കെ വെച്ച്, റമദാനല്ലേ, റമദാനിൽ പറയുന്നത് തസ്ബീഹുണ്ടായ ആരും കരുതൊന്നുമില്ല. റമദാൻ അല്ലെങ്കിൽ നമുക്ക് തോന്നും ഞാൻ വലിയ സൂഫിയായെന്നൊക്കെ ആളുകൾ കരുതും എന്നൊക്കെ ചിന്തിക്കാം. റമദാനിൽ ആര് കൈ പിടിച്ചാലും ആരും ഒന്നും കരുതൂല. റമദാനിൽ ബോധമുള്ള കയ്യിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു തസ്ബീഹോ ഒരു കൗണ്ടറോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെച്ചാൽ എന്തായാലും 5000 10,000 ദിക്റൊക്കെ ഓരോ ദിവസവും ചൊല്ലി തീർക്കാൻ എല്ലാവർക്കും കഴിയും. ഞാൻ ഓർത്തു പോവുകയാണ്, ഈ റമദാനിന്റെ തൊട്ട് മുമ്പ് ഒരാഴ്ച മുമ്പ് ഷഅബാനിൽ ഒരു മജ്‌ലിസിൽ വെച്ച് 70,000 ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറഞ്ഞപ്പോ റമദാനിന്റെ തലേ ദിവസം ഒരു ചെറുപ്പക്കാരനെന്ന് പറഞ്ഞു 6 ദിവസം ചെലവഴിക്കേണ്ടി വന്നുള്ളൂ. ഒരു സ്ഥാപനത്തിന്റെ ഉന്നതമായ പദവിയിലിരിക്കുന്ന എല്ലാ സമയത്തും തിരക്കുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തോടൊന്ന് പറയാം, 6 ദിവസം കൊണ്ട് 70,000 ഇസ്തിഗ്ഫാർ പൂർത്തിയായി. വല്ലാത്ത റാഹത്തായി റമദാനിലേക്കുള്ള യാത്ര എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഞാൻ ഓർക്കുക. ആർക്കും കഴിയേ 70,000 ഇസ്തിഗ്ഫാർ ഒരാൾ ചൊല്ലി തീർക്കണമെന്ന് കരുതിയാൽ, 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ ചൊല്ലി വെക്കണമെന്ന് കരുതിയാൽ, ഈ റഹ്മത്തിന്റെ 10 പൂർത്തിയാകുന്നതിന്റെ മുമ്പ് പോലും ചൊല്ലണമെന്ന് ഒരാൾക്ക് നിയ്യത്തുണ്ടെങ്കിൽ അത് വളരെ ലളിതമായി സാധ്യമാണ്. മഹ്ശറയിലേക്ക് ഏറ്റവും ലളിതമായ എന്നാൽ ഏറ്റവും വലിയ വരുമാനമായി മാറുന്ന സമ്പാദ്യം ദിക്റാണ്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ഖുതുബയിൽ നിങ്ങൾ കേൾക്കും വലദിക്റുല്ലാഹി അക്ബർ, ഏറ്റവും വലിയ കാര്യം അല്ലാഹുവിനുള്ള ദിക്റാണ്. സയ്യിദുനാ വനബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ഭാഗത്ത് ദിക്ർ ചൊല്ലിയിരിക്കുക. ലൗ അന്ന റജുലൻ ഫീ ഹിജ്രിഹി ദറാഹിമ യഖ്സിമുഹാ, ഒരാൾ മടിയിൽ ഇങ്ങനെ ദിർഹം വെച്ച് സ്വതക്ക ചെയ്തുകൊണ്ടിരിക്കുക. വേറെ ഒരാൾ അപ്പുറത്ത് ദിക്ർ ചൊല്ലിയിരിക്കുന്നു. ആർക്കാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്നാം സ്ഥാനം? കാന ദാക്കിറുല്ലാഹി അഫ്ളല, ഒന്നാം സ്ഥാനം ദിക്ർ ചൊല്ലുന്നവനാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ ആരെ ഹജ്ജായ ഏറ്റവും വലിയ ഹജ്ജ് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റ, ദിക്ർ ധാരാളമുള്ളവന്റെ ഹജ്ജ്. അപ്പൊ മൂപ്പർ അടുത്ത ചോദ്യം, എന്നാ പിന്നെ ആരെ സദഖ ഏറ്റവും വലിയ സദഖ ചോദിച്ചു. അപ്പോഴും മതി ധാരാളം ദിക്റിൽ നിന്നുള്ള സദഖ. അപ്പൊ അവർ ചോദിച്ചു, നബിയെ എന്നാ പിന്നെ ആരെ നോമ്പ ഏറ്റവും വലിയ നോമ്പ്? അപ്പോഴും പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റ, ദിക്ർ കൂടുതലുള്ളവന്റെ നോമ്പ്, അതാണ് ഏറ്റവും വലിയ നോമ്പ്. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദഹബൽ ദാകിറൂന ബികുല്ലി ഖൈർ, ദിക്ർ ചൊല്ലുന്നവർ സർവ്വ ഖൈറിനെയും കൊണ്ടുപോയിരിക്കുന്നു എന്ന് സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പക്ഷെ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു പ്രയോഗമുണ്ട്, ഗൗരവത്തോടെ കാണേണ്ട ഒരു പ്രയോഗമുണ്ട് ഖുർആനിൽ. നിങ്ങൾ മനസ്സുകൊണ്ടോ ഖുർആനിലെ മുഅ്മിനീങ്ങളെ പറഞ്ഞിടത്തൊക്കെ ധാരാളം ദിക്റിൽ നിന്ന് ആളുകളെന്നാ പറഞ്ഞത്. മുനാഫിഖീങ്ങളെ പറഞ്ഞിടത്ത് വലാ യസ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, കുറച്ച് അവര് ദിക്ർ ചൊല്ലൂ, അവര് ദിക്ർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ അവസ്ഥ എവിടെയെന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാഹു നമ്മളെ ഖൽബ് വിശാലാക്കി തരട്ടെ, ഖൽബിൽ അല്ലാഹു ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ദിക്ർ ശരിയായ ബാക്കിയൊക്കെ ശരിയാവും. നമ്മളെ കുഴപ്പം എന്താ അറിയാം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹജ്ജ്, സക്കാത്ത്, നോമ്പ്, നിസ്കാരം, ഈ നാലും കൂടി കൂട്ടി ഒരു ചായ ക്ലാസ് കൈ പിടിച്ച എന്താ സംഭവിക്കുക? അത് നെച്ചൂടോ? ഇല്ലേ? അങ്ങനെയല്ല ഉണ്ടാവുക. ഇത് തിരിഞ്ഞില്ല. ഈ 4 വിരലും കൂട്ടി ഒരു ചായ ക്ലാസ് കൈ പിടിച്ചു, എന്താ സംഭവിക്കുക? അത് വീണു പോകും. ഇതേപോലെ നമ്മൾ ചില വാഴകളുടെ നിസ്കാരം ഉഷാറാക്കും, അടുത്ത വാഴകളുടെ സുന്നത്ത് നോമ്പ് തുടങ്ങും, അടുത്ത വാഴകളുടെ സ്വതക്ക ചെയ്യാൻ തുടങ്ങും, അടുത്തൊരു വാഴത്തെ ഉമ്മക്ക് പോയി തുടങ്ങും. പക്ഷെ നിലനിർത്താൻ കഴിയില്ല. കാരണം എന്താ? ഇവിടെ തറ ശരിയായിട്ടില്ല. തറ സ്ട്രോങ് ആവാൻ അല്ലാഹു വെച്ച അമലാണ് ദിക്ർ എന്നുള്ളത്. പുറത്തു പോകാൻ പറ്റാത്ത അമല. ദിക്റിന് പുറത്തേക്ക് പ്രവേശിക്കാൻ പറ്റൂല. ഏത് അമല് നോക്കാം, അതിന്റെ ഒക്കെ അകം ദിക്റാണ്. നിസ്കാരത്തിന്റെ അകം മുഴുവൻ ദിക്റാണ്. ഭക്ഷണം കഴിക്കാൻ മുമ്പ് ശേഷവും ദിക്റാണ്. ഉറങ്ങാൻ തുടങ്ങിയാലും എണീറ്റാലും ദിക്റാണ്. ഇടയ്ക്കപ്പോഴോ ഉണർന്നു പോയി അപ്പോഴും ദിക്റാണ്. എല്ലാ സ്ഥലവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്റിനെ ധാരാളം പഠിപ്പിച്ചതിന്റെ കാരണം ദിക്ർ ഈമാനിന്റെ മർമ്മമാണ്. അതാണ് അടിത്തറ. തറ സ്ട്രോങ് ആയാൽ പിന്നെ എത്ര ഫ്ലോർ എടുത്താലും ബിൽഡിങ്ങിനൊന്നും സംഭവിക്കൂല. എന്നതുപോലെ നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് ഓടി വരാനായാൽ ഇൻഷാ അല്ലാഹ് ദിക്ർ നിങ്ങളുടെ ജീവിതത്തിന്റെ പതിവാണെങ്കിൽ അത് ഇത്രയൊന്നുമില്ല. ഖുർആൻ പറഞ്ഞത് ദിക്റുല്ലാഹ കസീറ എന്നാണ്. നിസ്കരിക്കാൻ പറഞ്ഞപ്പോ സല്ലു സലവാത്തിൻ കസീറ, നിങ്ങൾ കുറെ നിസ്കരിച്ചോളിയില്ല. നോമ്പെടുക്കാൻ പറഞ്ഞപ്പോ സൂമു സിയാമൻ കസീറ, നിങ്ങൾ നോമ്പ് ധാരാളം നോമ്പ് വേണം, കൊല്ലം മുഴുവൻ നോമ്പാവണം പറഞ്ഞില്ല. സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോ നിങ്ങളെ സ്വത്ത് മൊത്തം സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞില്ല. ഹജ്ജ് ചെയ്യാൻ പറഞ്ഞപ്പോ എല്ലാ വർഷവും പോയി ഹജ്ജ് ചെയ്തോ എന്ന് പറഞ്ഞില്ല. ദിക്ർ ചൊല്ലാൻ പറഞ്ഞപ്പോഴോ അത് വർദ്ധിപ്പിക്കണേ എന്നേ ഖുർആൻ പറഞ്ഞുള്ളൂ. കാരണം ഇത് ബിൽഡിങ്ങിന്റെ തറ എന്നതുപോലെ ഈമാനിന്റെ തറ ശരിയാവാനുള്ള അമലാണ്. അത് ശരിയായാൽ പിന്നെ സമയമാകുമ്പോൾ നിസ്കരിക്കാൻ മനുഷ്യന് തോന്നും. തഹജ്ജുദിന്റെ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എണീക്കാൻ ഖൽബ് പാകപ്പെടും. അതുകൊണ്ടാണ് സയ്യിദുനാ വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറഞ്ഞല്ലോ, ശൈത്താൻ കാര്യമായി ചെയ്യുന്ന പണി എന്താ? മനുഷ്യനെ ദിക്ർ ചൊല്ലാൻ മറപ്പിക്കുക എന്നുള്ളത് ശൈത്താന്റെ പ്രധാന പദ്ധതിയാണ്. ഇസ്തഹവദ അലൈഹിം അശ്ശൈത്താനു ഫഅൻസാഹും ദിക്റല്ലാഹ്. ശൈത്താൻ ഇങ്ങനെ മനുഷ്യനെ വാരിപ്പണന്നിട്ട് ദിക്ർ ചൊല്ലാൻ മറപ്പിച്ച് കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു ലാ യുഹ്രിസു നഫ്സഹു മിന ശൈത്താനി ഇല്ലാ ബിദിക്രില്ലാഹ്. ശൈത്താനിൽ നിന്ന് സുരക്ഷിതത്വം ഉണ്ടാവണമെങ്കിൽ ദിക്റേ പരിഹാരമുള്ളൂ. ധാരാളമായി ഫർദ് ആരും അഡ്ജസ്റ്റ് ചെയ്യരുത്. ഫർദിൽ എല്ലാവർക്കും കൃത്യത വേണം. സുന്നത്തുകൾ ഓരോ മനുഷ്യനും സാധ്യമാകുന്നത് പോലെ ചെയ്യണം. ഒഴിവ് സമയങ്ങളൊക്കെയും റമളാനാണ്,
ഒരുപാട് നമുക്ക് പരിശീലിക്കാൻ പറ്റിയ സമയമാണ്. ശൈത്താൻ എന്തായാലും ലീവിന് പോയ സമയമാണ്. ഒഴിവ് സമയങ്ങളൊക്കെയും ഏതെങ്കിലും ഒരു ദിക്ർ, നമുക്ക് അറിയാവുന്ന ദിക്റുകൾ, സ്വലാത്ത് എല്ലാവർക്കും അറിയാലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 അതൊന്നും ചൊല്ലാനേ, നമ്മൾ മരിച്ചിട്ട് ആരെങ്കിലും ചൊല്ലിക്കോട്ടെ എന്ന് കരുതി മാറ്റി വെക്കണ്ട. നമുക്ക് വേണ്ടി നമ്മളൊന്ന് ചൊല്ലി വെക്കുക. ഈ റമദാനിൽ ഒരാൾ അങ്ങനെ തീരുമാനിച്ചാൽ ഞാൻ നിസ്സംശയം പറയുന്നു, ഈ 10 ദിവസം മുഴുവൻ വേണ്ടി വരില്ല അവർക്ക് 70,000 പൂർത്തിയാവാൻ. നമ്മൾ ശ്രമിച്ചു നോക്കുക. ഇൻഷാ അല്ലാഹ് പറയാൻ ധൈര്യമില്ല. ശ്രമിച്ചു നോക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുറെ ആളുകളൊക്കെ പിന്നെ അത് മരിച്ചിട്ട് ആരെങ്കിലൊക്കെ ചൊല്ലിക്കൊള്ളുന്ന് കരുതി മാറ്റി വെച്ചതാ. നാട്ടാരൊക്കെ കൂടിയിട്ട് 3-ന്റെ അന്നും 7-ന്റെ അന്നൊക്കെ ചൊല്ലി തീർച്ചോളെന്ന് കരുതി മാറ്റി വെച്ചവരുണ്ടാവും. മുഅ്മിനീങ്ങളെ, നമുക്കൊരു റബ്ബുണ്ട്. ആ റബ്ബിനെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കലാധിക്കണം. അപ്പൊ ചിലപ്പോ നമുക്ക് തോന്നുന്നു നാവുകൊണ്ട് ഇങ്ങനെ ചൊല്ലിയിട്ട് എന്താണ്, നാവില് ചൊല്ലിയ കൽബിലേക്ക് ഇറങ്ങിക്കോളും. ഒരു മിഠായി ഇപ്പൊ നാവുമ്മലിട്ടാൽ കുറെ സമയം കഴിയുമ്പോ മധുരം ഉള്ളിലേക്ക് ഇറങ്ങുമല്ലോ എന്നതുപോലെ ദിക്റിന്റെ ഗുണം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലൊക്കെ അനുഭവിക്കും. ഇൻഷാ അല്ലാഹ് ഏത് ഇബാദത്തും നമുക്ക് എളുപ്പമായി മാറും. അല്ലാഹു തആല തെരഞ്ഞെടുക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്, ഏതെങ്കിലും ഒരു ടൈപ്പിൽ നമ്മളങ്ങ് കയറിപ്പോയാൽ രക്ഷപ്പെട്ടില്ലേ. വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു പ്രയോഗമുണ്ട്, വലഖദ് ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ. ചില ആളുകളെ പടച്ചവൻ പ്രത്യേകം തെരഞ്ഞെടുക്കുന്നു പറഞ്ഞിട്ട് അല്ലാഹ് പറയാ, ആരൊക്കെ തെരഞ്ഞെടുക്കുക? ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, മഹാ തമ്മാടിയായ മനുഷ്യനെ പടച്ചവൻ തെരഞ്ഞെടുക്കുന്നു. തെരഞ്ഞെടുത്താൽ രക്ഷപ്പെട്ടു. പിന്നെ ഓരോ നല്ലോനാ. ഒരാൾ മഹാ തമ്മാടിയാ, ഒരുപാട് തെറ്റ് ചെയ്ത് നടക്കുന്ന ആളാ, അവന് അല്ലാഹു ഒന്ന് ഇസ്തിഗ്ഫാർ ചെയ്തു, ഇവരെന്നോട് പടച്ചവൻ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഒരു നിമിഷം മതി. ഈ ഈമാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറാണ്. അത് വേഗം കയറിപ്പോവും. അതിന് ചില നിമിഷം മതിയാവും, ചില കുരുത്തം മതിയാവും, ചില സമയത്ത് ചില മനുഷ്യരുടെ ഒരു വാക്ക് മതിയാവും, ചില സമയത്ത്. ഏതോ ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിച്ചപ്പോ നന്നാവട്ടെ എന്ന് പറഞ്ഞ ആ വാക്ക് കബൂലായാൽ അത് മതിയാവും നന്നാവാൻ. അത്രേ ആവശ്യമുണ്ടാവും. അലിയുൽ വഫ എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു 500ഓളം തവണ ഇഹ്യാ ഉലൂമുദ്ദീനിൽ മഹാനായ അലിയുൽ വഫ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. ഈ അലിയുൽ വഫ ഒരു കാലത്ത് കൊള്ളക്കാരുടെ നേതാവാണ്. ഒരുപാട് ആളുകളുടെ പണം തട്ടിയെടുക്കുന്ന ആളാണ്. ഹജ്ജിന് വന്ന ആളുകളുടെ പണം തട്ടിയെടുത്ത് അദ്ദേഹവും 40 ആളുകളും, അലിയുൽ വഫയും 40 കള്ളന്മാരും ഇവരിങ്ങനെ ഒരുമിച്ച് ഇനി എന്താ ചെയ്യാന്ന് ആലോചിക്കാണ്. ആളുകൾ ഇവരെ പിടികൂടാൻ ബാക്കിലുണ്ട്. ഇവരെവിടെയെങ്കിലും ഒന്ന് സുരക്ഷിതമായി ഒരു താവളത്തിൽ ഒളിക്കണല്ലോ. ഇവരിങ്ങനെ ഓടി വരാനൊരുങ്ങ. അന്ന് മഹാനായ ഇമാം ശംനബക്കി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനുഭാവന് ശിഷ്യന്മാരെയും കൂട്ടി ഇങ്ങനെ ഇരിക്കുന്ന മജ്‌ലിസിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ന് അല്ലാഹു സ്വീകരിച്ച ഒരു മനുഷ്യൻ നമ്മുടെ മജ്‌ലിസിൽ വരാനിരിക്കുന്നു എന്ന്. അല്ലാഹു സ്വീകരിച്ച മഖ്ബൂലായ ഒരു മനുഷ്യൻ ഇന്ന് നമ്മുടെ മജ്‌ലിസിൽ വരും. അതുകൊണ്ട് ഇന്ന് മജ്‌ലിസ് നല്ല വൃത്തിയാവണം. എല്ലാവരും കരുതി ഏതോ വലിയ ദുആന് ഉത്തരമുള്ള ഒരു മനുഷ്യൻ കയറി വരുന്നു. കയറി വന്നതാരാ? കുറെ ആളുകളുടെ അടിയും പിടിയും കൂടി വരുന്ന അലിയുൽ വഫയും 40 കൂടെയുള്ള കള്ളന്മാരും. മഹാനായ ഇമാം ശംനബക്കി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിമിഷ നേരമേ നിൽക്കേണ്ടി വന്നുള്ളൂ അലിയുൽ വഫ സ്വാലിഹായി മാറാൻ. ശേഷം പറഞ്ഞു, ആ പണമൊക്കെ തിരിച്ചു കൊടുക്ക്, ഓരോരുത്തർക്കും അർഹതപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്ക്. എല്ലാം കൊണ്ടുപോയി കൊടുത്ത് തൗബ ചെയ്ത് വലിയ ആലിമായി, വലിയ സൂഫിയായി, ഒരു കാലഘട്ടത്തിന്റെ കുത്തുബായി മാറി, ഒരുപാട് ശിഷ്യന്മാരെ ഈമാനിലേക്ക് നയിച്ച മഹാനായി മാറി മഹാനായ അലിയുൽ വഫ റളിയല്ലാഹു അൻഹു. ഈമാൻ ചിലപ്പോൾ സോഫ്റ്റ്വെയറായി ഇങ്ങനെ വർക്ക് ചെയ്യും. ഒരു പണിയെടുക്കാതെ ചില മനുഷ്യര് നന്നാവും. നമ്മൾ ആരെയും മുൻവിധി എഴുതാൻ പാടില്ല. ഇന്നയാള് നരകത്തിൽ നിന്നും നമ്മൾ തീരുമാനിക്കരുത്. മഹാനായ സയ്യിദുന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിലെ മദ്യപാനിയായ ഒരു മനുഷ്യൻ മരിച്ചു. അപ്പൊ സ്വാഭാവികമായും ആ കാലഘട്ടത്തിന്റെ ഇമാം എന്നുള്ള രീതിയിൽ മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു മയ്യിത്ത് നിസ്കരിച്ചില്ല. അത് സജ്ജനന് വേണ്ടിയാണ്. അത് ഒരു ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയവുമാണ്. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ മദ്യപാനിയായി മരിച്ച മനുഷ്യനെ സ്വപ്നം കാണാൻ. മൂപ്പര് സ്വർഗത്തിലാണ്. മൂപ്പര് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് നല്ലൊരു ഡയലോഗും, സ്വർഗം നിങ്ങളുടെ കയ്യിലല്ലാത്തത് ഞാൻ കഴിച്ച കയ്യാണ്.
അബൂ ഹനീഫ തങ്ങൾക്ക് ഭയങ്കര സങ്കടം. ഈ മനുഷ്യന്റെ മയ്യിത്താണല്ലോ റബ്ബേ ഞാൻ നിസ്കരിക്കാതിരുന്നത്. ആ വീട്ടിലേക്ക് ഓടിച്ചെന്ന് സ്വകാര്യമായി ചോദിച്ചു, നിങ്ങളെ വാപ്പ ചെയ്തിരുന്ന സ്വകാര്യമായ അമൽ എന്താണ്? നിങ്ങളെ വാപ്പയെ ഞാൻ സ്വർഗത്തിൽ വെച്ച് സ്വർഗത്തിലാണെന്നുള്ളത് സ്വപ്നത്തിൽ കണ്ടല്ലോ. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളെ വാപ്പ നിങ്ങളൊക്കെ മനസ്സിലാക്കിയ പോലൊക്കെ തന്നെയാണ്. പക്ഷേ വെള്ളിയാഴ്ച ആയ വാപ്പാക്ക് കുറെ സ്വകാര്യമായി യതീമിങ്ങളെ സഹായിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആ യതീമിങ്ങളെ കൊണ്ടൊക്കെ ദുആ ചെയ്യിപ്പിക്കും. പക്ഷെ ഇതാരും അറിയൂല. വാപ്പ മരിക്കുന്നത് വരെ ഞങ്ങളും അറിയൂലായിരുന്നു ഇങ്ങനെ ഒരു സ്വകാര്യമായ അമൽ ഞങ്ങളുടെ ഉപ്പാക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുന്നത്, അല്ലാഹു തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചാൽ ചിലപ്പോ നമ്മുടെ നാട്ടിൽ ആദ്യം തെരഞ്ഞെടുക്കപ്പെടുക ഏതോ ഒരു കൈക്കോട്ടിന്റെ പണിയെടുക്കുന്ന ഒരാളാവാം. ആരാ അള്ളാഹു തെരഞ്ഞെടുക്കാന്ന് നമുക്കറിയൂല. ഖുർആൻ പറയാ അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്നവരിൽ മഹാതിന്മകൾ ചെയ്ത് നടക്കുന്ന മനുഷ്യൻ പോലും ആ കൂട്ടത്തിൽ ഉണ്ടാവാം. ഉണ്ട്, ചരിത്രം അങ്ങനെയല്ലേ. ഉമർ ഫാറൂഖ് തങ്ങള് ഇസ്ലാമിലേക്ക് വരുന്നത് മുത്തുനബി വന്നിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. നുബൂവത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനം തുടങ്ങി 5 വർഷം കഴിഞ്ഞ് ഇസ്ലാമിലേക്ക് വന്ന ആളാണ് സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അതിന്റെ മുമ്പ് 100 കണക്കിന് ആൾ വന്നു. പക്ഷേ ഇസ്ലാമിൽ എത്രാം സ്ഥാനത്താണ് ഉമർ ഫാറൂഖ് ഉള്ളത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ പിന്നെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. അല്ലാഹു തെരഞ്ഞെടുത്താൽ ഇത്രയേ ഉള്ളൂ. കൊല്ലാൻ പിടിച്ച വാളുമായി വന്നപ്പോഴല്ലേ ഈമാന്റെ ഉന്നതമായ മഖാമിലേക്ക് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മാറിയത്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ വളരെ പ്രധാനിയാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തസവ്വുഫ് അറിയുന്ന ആർക്കും ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ പരിചിതമാകാതിരിക്കില്ല. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു മഹാനുഭാവന്റെ നാട്ടിൽ കാമുകി താമസമാക്കി എന്നറിഞ്ഞപ്പോ കാമുകിയുടെ വീട്ടിലേക്ക് പാതിരാത്രി കയറി ചെന്നതാണ്. കാമുകിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഖുർആന്റെ ആയത്ത് കേട്ടു, അലം യഅ്നിൽ ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ബിദിക്രില്ലാഹ്. ഈ മനുഷ്യന്മാർക്കൊന്നും അല്ലാഹുവിനെ ഓർത്ത് ബോധം വരേണ്ട സമയമായില്ല എന്ന ഖുർആനിലെ ആയത്ത് ആരോ ഒരാൾ ഓതുന്നത് ഫുളൈൽ ഇബ്നു ഇയാദിന്റെ ചെവിയിൽ കേട്ടതാണ്. അൽആന യാ റബ്ബി, അൽആന യാ റബ്ബി, സമയമായി റബ്ബേ, എനിക്ക് തൗബ ചെയ്യാൻ സമയമായി എന്ന് പറഞ്ഞ് ആ ഖുർആനിന്റെ ആയത്ത് നേരെ കയറിയത് ഫുളൈലിന്റെ ഖൽബിലേക്കാണ്. ആ ഫുളൈലാണ് പിൽക്കാലത്ത് ഒരു കാലഘട്ടത്തിന്റെ കുത്തുബായി മാറിയ അല്ലാഹുവിന്റെ വലിയായ മഹാൻ. എത്രയോ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ കാണാം. ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, അല്ലാഹു ആരെയും തിരഞ്ഞെടുക്കാം. നമ്മളെയും തിരഞ്ഞെടുക്കേ, അല്ലാഹു നമ്മെയും തിരഞ്ഞെടുക്കട്ടെ. വമിൻഹും മുഖ്തസിദുൻ, ഒരു മീഡിയം ലെവൽ ഈമാനുള്ള ചില മനുഷ്യരുണ്ടാവും, അവരെയും അല്ലാഹു തിരഞ്ഞെടുക്കാം. വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്ത്, ഇതാ നേരത്തെ തന്നെ നല്ല സ്വലാഹിയത്തുള്ള നല്ല മനുഷ്യന്മാരുണ്ടാകും, അവരെയും അല്ലാഹു തിരഞ്ഞെടുക്കാം. അത് അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. ആരെയാ അല്ലാഹു തിരഞ്ഞെടുക്കുക എന്നൊന്നും നമുക്കറിയൂല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മെ നോക്കാൻ നമ്മുടെ റബ്ബുണ്ടാവും. അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ ഒന്ന് പൂർണ്ണമായ അർത്ഥം പറഞ്ഞാൽ ചൊല്ലി നോക്ക്. അല്ലാഹു അസീസാണ്, പടച്ചോൻ റഹ്മാനാണ്, പടച്ചോൻ റഹീമാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുകാരനോട് ചോദിച്ചു, കുറെ ഇസ്മൊക്കെ നല്ല രസമുണ്ട്, പക്ഷെ ചില ഇസ്മിനൊന്നും രസമല്ലല്ലോ. ഒരു കൂട്ടുകാരൻ ചോദിച്ചതാണ്. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന മുഴുവൻ ഒന്ന് അർത്ഥമൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, അല്ലാഹുവിന്റെ ഇസ്മില് മുസില്ലി എന്നില്ലേ? മുസില്ലി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നിന്ദിക്കുന്ന ആളെന്നാണ്. നാഫിഅ എന്നുള്ള ഇസ്മിന് നല്ല മധുരമുണ്ട്, ഉപകാരം ചെയ്യുന്ന റബ്ബ് എന്ന്. ലോറ് എന്നുള്ള ഇസ്മിന് ഇപ്പൊ അർത്ഥം എങ്ങനെ വെക്കാന്ന് വെച്ചു. ലോറ് എന്നെന്താ? ഉപദ്രവിക്കുന്ന ആളെന്നാണ്. അങ്ങനെയും അല്ലാഹുവിന് ഇസ്മുണ്ട്. മഹാന്മാരായ മശായിഖുമാര് വളരെ മനോഹരമായി വിശദീകരിച്ച ഇസ്മുകളാണ് അതൊക്കെ. ഒരു നാട്ടില് ഒരു രാജാവ് ഉണ്ടെങ്കിൽ അയാൾക്ക് നാട്ടുകാർക്ക് എല്ലാ സൗകര്യം ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോരാ. ആ നാട്ടുകാരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ അവരെ അടിച്ചോടിക്കാനുള്ള കഴിവ് കൂടി ഉണ്ടാവണം. നമ്മളെ ഒരു ഭർത്താവിന് ഒരു ഭാര്യയെ സ്നേഹിക്കാൻ മാത്രം കഴിഞ്ഞാൽ പോരാ. ആ ഭാര്യയെ ആരെങ്കിലും നിന്ദിക്കാൻ വന്നാൽ അവരെ ഓടിക്കാനുള്ള കപ്പാസിറ്റി കൂടി വേണം. മുഅ്മിനായ മനുഷ്യനെ ആരെങ്കിലും പരിഹസിക്കാൻ നിന്നാൽ അല്ലാഹു അവരെ മുമ്പിൽ മുദിൽ എന്ന സ്വഭാവം കാണിക്കും. മുഅ്മിനീങ്ങളായ മനുഷ്യരെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ നിന്നാൽ അല്ലാഹു അവരെ ബുദ്ധിമുട്ടിക്കും. അതാണ് ലോറ്.
അത് നമുക്കുള്ള ലമാന, നമുക്കുള്ള സുരക്ഷിതത്വമാണ്. ഒരു രാജാവിന് സൗകര്യം ചെയ്യാൻ മാത്രം കഴിഞ്ഞാൽ പോരല്ലോ, ആ നാടിനെ സംരക്ഷിക്കാൻ കൂടി കഴിയണ്ടേ. നമ്മുടെ റബ്ബ് അസ്മാഉൽ ഹുസ്ന മുഴുവൻ നമുക്കുള്ളതാ. മുഅ്മിനെ, നമുക്ക് അല്ലാഹു തആലയുടെ ഔദാര്യത്തിന്റെ വലിപ്പം എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂലെങ്കിലും അതിന്റെ ഒരു ഭാഷാപരമായെങ്കിലും നമുക്ക് മനസ്സിലാക്കാനുള്ള വഴിയാണ് അസ്മാഉൽ ഹുസ്നയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കൽ. പടച്ചോന്റെ നിഅമത്തും റഹ്മത്തൊന്നും എങ്ങനെയെന്ന് നമുക്ക് സങ്കല്പിക്കാനൊന്നും കഴിയൂല. 1000 കൊല്ലം ഒരാൾ നരകത്തിൽ കിടന്നിട്ടേ അയാൾ നരകത്തിൽ നിന്ന് ഒരു വിളി വിളിക്കുന്ന യാ ഹന്നാൻ യാ മന്നാൻ എന്ന് വിളിക്കും. ഇയാൾ 1000 കൊല്ലം കിടന്നതേ നരകത്തിൽ. എന്നിട്ട് നരകത്തിൽ നിന്ന് ഒരു വിളി യാ ഹന്നാൻ യാ മന്നാൻ. അപ്പൊ അല്ലാഹു തആല മലായികത്തിനോട് പറയും അയാളെ പിടിച്ചു കൊണ്ടുപോകാറ്. അപ്പൊ അയാൾ വരും. അല്ലാഹു തആല ചോദിക്കും കൈഫ വജദ്ത മക്കാനക, അങ്ങനെ ഉണ്ടായിരുന്ന നരകമൊക്കെ. മൂപ്പര് പറയും അശ്റഫു മക്കാൻ, വളരെ മോശം റബ്ബേ, ഒരു സുഖമില്ല അവിടെ. നമ്മുടെ റബ്ബല്ലേ. അല്ലാഹു തആല അവനോട് ഇങ്ങനെ അവനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറയും റുദ്ദുഹു ഇലൽ മക്കാൻ. മലായികത്തിനോട് പറയും ഇയാൾ അങ്ങനെ തന്നെ കൊണ്ടുപോയിക്കോളെ. ഇയാൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അല്ലാഹുവിലേക്ക് നോക്കും. അല്ലാഹു ചോദിക്കും ഇലാ അയ്യി ശൈഇൻ തൽതഫി, നീ എന്തിനാ മോനെ ഇങ്ങോട്ട് നോക്കിയത്? അന്നേരം അല്ലാഹു തആലയോട് അവൻ പറയുന്ന ഒരു മറുപടിയുണ്ട് ലഖദ് റജൗതു അല്ലാ തുഈദനി ഇലൈഹാ ബഅദ ഇദ് അഖ്റജതനി മിൻഹാ. അതിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ പറഞ്ഞിട്ട് പിന്നെയും എന്നെ അതിലേക്ക് തന്നെ അയക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പടച്ചോനെ. ഈ ഒരു പണി ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല റബ്ബേ എന്ന് പറയും. നമ്മുടെ റബ്ബാണ്. നമ്മുടെ റബ്ബിന് ആരും നരകത്തിലാവലൊന്നും താല്പര്യമില്ല. അല്ലാഹു തആല വേഗം പറയും വേഗം അവനെ സ്വർഗത്ത് കൊണ്ടുപോയിക്കോളിയെന്ന്. ഇത് ആരോടറിയോ? 1000 വർഷം നരകത്തിൽ കിടന്നൊരു മനുഷ്യനോടാണ്. ഇത് മാത്രമല്ല, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ വല്ലാത്തൊരു ഹദീസ് ഉണ്ട്. ഇന്നി ലഅലമു ആഖിറ റജുലിൻ യഖ്റുജു മിനൻ നാരി വ ആഖിറ റജുലിൻ യദ്ഖുലുൽ ജന്ന. സ്വർഗ്ഗത്തിൽ നിന്ന് അവസാനം പുറത്തു വരുന്ന, നരകത്തിൽ നിന്ന് അവസാനം പുറത്തു വരുന്ന, സ്വർഗ്ഗത്തിൽ നിന്നേക്ക് അവസാനം പ്രവേശിക്കുന്ന മനുഷ്യനെ എനിക്കറിയാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം ഇയാൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് സ്വർഗത്തിന്റെ മുറ്റത്ത് വരും. സ്വർഗത്തിന്റെ മുറ്റം നല്ല മധുരമായിരിക്കുമല്ലോ. സ്വർഗത്തിന്റെ മുറ്റത്തിന്റെ സുഗന്ധം പോലും മിസ്കാണ്, മണ്ണിന് മിസ്കാണ്. അവിടുത്തെ ചെറിയ കല്ലുകൾക്ക് പകരം അല്ലാഹു വെച്ചത് ഡയമണ്ടാണ്. ഭൂമിയിൽ ഏറ്റവും വിലയുള്ളത് സ്വർഗത്തിന്റെ മുറ്റത്താണ്. പിന്നെ അകത്തെന്താ നമുക്ക് സങ്കല്പിക്കാൻ കഴിയൂല. അല്ലാഹു നമുക്കൊക്കെ ഹിസാബില്ലാതെ ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു നൽകട്ടെ. ഇയാൾ സ്വർഗത്തിന്റെ മുറ്റത്ത് നല്ല രസമുള്ള സ്ഥലം കാണുമ്പോ അള്ളാഹുവിനോട് പറയും പഠിച്ചവനെ ഞാൻ ഇവിടെ നിന്നോട്ടെ, നല്ല പഴയുണ്ട്, നല്ല പാനീയുണ്ട്, ഇവിടെ നിന്നോട്ടെ നോക്കും. അല്ലാഹു തആല പറയും അവിടെ നിന്നോ, ശരി, കണ്ടീഷൻ ഉണ്ട്, ലാ തസ്അൽനി ബഅദഹാ ശൈആ, ഇനി ഒന്നും ചോദിച്ചിട്ട് വരാൻ പാടില്ല. ഇയാൾ ആരാ? ഇയാളാണ് നരകത്തിൽ ലാസ്റ്റ് പുറത്തു വരുന്ന ആള്. അഥവാ ഇയാളെക്കാൾ മോശപ്പെട്ട ഒരാള് മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ നിന്ന് നരകത്തിലേക്ക് പോയിട്ടില്ല എന്നർത്ഥം. ഇയാൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോ അതിനേക്കാൾ രസമുള്ള ഒരു സ്ഥലം കാണും. അപ്പൊ അള്ളാഹിനോട് ചോദിക്കും പഠിച്ചോനെ അവിടെ ഇതിനേക്കാൾ ഉഷാറുണ്ടല്ലോ, ഞാൻ ഒന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കും. ഇയാൾക്ക് ചോദിക്കാനൊരു ധൈര്യേ, ഇയാൾ അത്രയും മോശപ്പെട്ട ആളല്ലേ. അല്ലാഹു തആല അവനോട് ചോദിക്കും അലം തുആഹിദിനി അല്ലാ തസ്അലനി ബഅദഹാ ശൈആ, നീ എന്നടാ ഒന്നും ചോദിക്കൂല എന്നൊക്കെ പറഞ്ഞത്, എന്നാലും ചോദിച്ചാൽ അങ്ങോട്ട് പോയിക്കോ, പക്ഷെ ഒരു ഷർത്തുണ്ട്, ലാ തസ്അൽനി ബഅദഹാ ശൈആ, ഇനി ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറയും. അവൻ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൻ സ്വർഗത്തിന്റെ ഗേറ്റ് കാണും. അപ്പൊ അള്ളാഹുവിന്റെ ചോദിക്കും പഠിച്ചോ അങ്ങോട്ട് പോയിക്കോട്ടെ, അവിടെ ഇതിനേക്കാൾ ഉഷാറുണ്ടല്ലോ. അല്ലാഹു തആല പറയും നീ ഒന്നും ചോദിക്കൂല എന്നൊക്കെ പറഞ്ഞ ആളാ, എന്നാലും ചോദിച്ചാൽ അങ്ങോട്ട് പോയിക്കോ, ശരിയൊന്ന് ചോദിച്ചു വരണ്ട എന്ന് പറയും. മുസ്ലിം തങ്ങൾ രേഖപ്പെടുത്തി അപ്പോൾ അവൻ സ്വർഗത്തിലുള്ള ശബ്ദം കേട്ടു തുടങ്ങും. അപ്പോൾ അള്ളാഹുനോട് പറയും പടച്ചോനെ ഇവിടെ വരെ എത്തിയില്ലേ, ഞാൻ ഉള്ളിലേക്ക് കയറട്ടെ എന്ന് ചോദിക്കും. അല്ലാഹു പറയും ഉദ്ഖുലുൽ ജന്ന, വേഗം പോയിക്കോ മോനെ സ്വർഗത്തിലേക്ക് എന്ന്. ആരുടെ ഈ സമീപനം? ഏറ്റവും കൂടുതൽ കാലം നരകത്തിൽ കിടന്ന മനുഷ്യനോട് സ്നേഹനിധിയായ അള്ളാന്റെ സമീപനം ഇങ്ങനെയാണെങ്കിൽ ഒന്ന് മനസ്സറിഞ്ഞ് പടച്ചോനെ
ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ നിർത്തിക്കോളാം, റമദാനല്ലേ, ഇനി ഞാൻ അതിലേക്കൊന്നുമില്ല, ഞാൻ എന്റെ ഒഴിവ് സമയം ദിക്റിലാകാം റബ്ബേ. എന്നെ ഒരു നിമിഷം പോലും മറക്കാത്ത, എന്നെ സ്വർഗത്തിലേക്ക് മാത്രം വിളിക്കുന്ന, പാപമോചനത്തിന്റെ വാതിലുകൾ ഒരുപാട് എനിക്ക് തുറന്നു തന്ന എന്റെ റബ്ബിനുള്ള ദിക്റിലായി, റബ്ബിന്റെ ഫിക്റിലായി ഞാൻ എന്റെ സമയങ്ങളൊക്കെ വിനിയോഗിച്ചോളാം എന്ന് തീരുമാനിക്കുന്ന മുഅ്മിനിനെ ലബ്ബൈക എന്ന് 1000 തവണ പറഞ്ഞ് സ്വീകരിക്കാൻ നമ്മുടെ റബ്ബ് മുന്നിലുണ്ടാകും. യാ മൻ ഇദാ ഖുൽതു യാ മൗലായ ലബ്ബാനി യാ മാലികൽ മുൽക്കി യാ ഖാലിഖൽ അക്വാനി ഉസീക തസ്തുറുനി അൻസാക തസ്കുറുനി وكيف أنساك يا من لست تنساني مولاي صل وسلم على حبيبك خير. ഇതൊരു പ്രയോഗ. യാമൻ ഇദാ ഖുൽതു യാ മൗലായ, എന്റെ പടച്ചോനെ എന്ന് നമ്മൾ വിളിക്കുമ്പോ ലബ്ബൈക എന്ന് പറയാൻ ഒരു റബ്ബുണ്ട് നമുക്ക്. ഉസീക്, പടച്ചോനെ ഞാൻ കുറെ തെറ്റിങ്ങനെ നീ തന്ന നിഅമത്തൊക്കെ ഉപയോഗിച്ച് ചെയ്തു പോകും. തസ്തുറുനി, നീ അതൊന്നും ആരും അറിയാതെ മൂടി വെക്കും. അൻസാ, ഞാൻ പലപ്പോഴും നിന്നെ മറന്നു റബ്ബേ, പക്ഷെ നീ എന്നെ ഒരു സെക്കൻഡ് പോലും മറക്കാതെ ഓർത്തല്ലോ റബ്ബേ. ഈ പടച്ചോനാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് എന്നും ഈ പ്രപഞ്ചമൊക്കെ അല്ലാഹുവോട് ചോദിക്കുന്നുണ്ട്, പടച്ചോനെ ഈ ശുക്രില്ലാത്ത മനുഷ്യന്മാരെ ഞാൻ നശിപ്പിച്ചോട്ടെ. കടൽ അല്ലാഹുവോട് ചോദിക്കും, ഞാൻ ഒന്നാണ് സുനാമി അടിച്ചാൽ പോലെ റബ്ബേ. ആകാശം അല്ലാഹുവോട് ചോദിക്കും, ആകാശം എന്നും ചോദിക്കും ഒരു കഷ്ണം ഭൂമിയിലേക്ക് ഇട്ടുകൊടുക്കാൻ, അവരെ നശിപ്പിച്ച് കളയാലോ, ഇവരിങ്ങനെ ഹറാമ് ചെയ്ത് നടക്കല്ലേ. നമ്മൾ റബ്ബ് അവരോട് പറയുന്നൊരു മറുപടിയുണ്ട്, എന്നും എന്റെ സൃഷ്ടികളെ നിങ്ങൾ വിട്ടേക്ക്, എന്നും എന്റെ മനുഷ്യരെ നിങ്ങൾ ഫ്രീ ആക്കിയേക്ക്. ലൗ ഖലഖ്തുമൂഹും ലറഹിംതുമൂഹും, ഞാനല്ലേ അവരെ ഉണ്ടാക്കിയത്, ഞാൻ അവർക്ക് റഹ്മത്ത് ചെയ്യുമല്ലോ. ഇൻ താബൂ ഇലയ്യ ഫഅന ഹബീബുഹും, അല്ലാഹുവിന്റെ പ്രയോഗം. ഇൻ താബൂ ഇലയ്യ ഫഅന ഹബീബുഹും, അവരെങ്ങാനും തൗബ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവരെ വല്ലാത്ത ഇഷ്ടമാണ്. വൈലം യതൂബൂ ഇലയ്യ ഫഅന തബീബുഹും, ഇനി അവര് തൗബ ചെയ്യാതെ അങ്ങനെ ജീവിച്ചു പോയാലോ ഞാൻ അവരെ തബീബാൻ, ഞാൻ അവരെ ചികിത്സിച്ച് പരിഹാരം ഉണ്ടാക്കും. ഡോക്ടറുടെ പണി എന്താ? പരിഹാരം ഉണ്ടാക്കൽ. ആ പരിഹാരം ഹദീസിൽ കാണാം. ഇദാ വജ്ജഹതു ഇലാ അബ്ദിൻ മിൻ അബീദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ അദ്നബ ദംബ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു, ഫഅസാബതുഹു ബല ശിദ്ദത്തുൻ ഔ ബലാഉൻ ഫി ദുനിയാ, അതിന്റെ പേരിൽ അല്ലാഹു അയാൾക്ക് ഒരു പരീക്ഷണം കൊടുത്തു എന്ന് കരുതുക. അപ്പൊ അല്ലാഹു തആലയുടെ നമുക്ക് തരുന്ന പല രോഗങ്ങളും പരലോകത്തെ പരിഹാരങ്ങളാണ്. അതുകൊണ്ട് ആ രോഗത്തെ ആക്ഷേപിക്കരുതെന്ന് മഹാന്മാർ പഠിപ്പിച്ചത്. ലാ തസുബ്ബുൽ ഹുമാ, ഹദീസിൽ കാണാം, പനി വന്നാല് പനി ആക്ഷേപിച്ച് കുറെ കുറ്റം പറയണ്ട, റമദാൻ ആയപ്പോൾ തന്നെ തുടങ്ങി മുസീബത്ത് എന്ന് പറയണ്ട. ചില ആളുകൾക്കൊക്കെ സീസൺ പനിയൊക്കെ ഉണ്ടാവും. ഒരു രാത്രി പനിച്ച ഒരു വർഷത്തെ ദോഷം അല്ലാഹു തആല പുറത്തു തരുവേ. അൽഹംദുലില്ലാഹ്, മിനിയാന്നൊരു ചെറുപ്പക്കാരനെ എന്നോട് പറഞ്ഞു, നല്ല പനിയോ ഉസ്താദേ. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ ഉടനെ പറഞ്ഞൊരു മറുപടി, ഒരു വർത്താനം എല്ലാം സന്തോഷിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് പനി വന്നപ്പോ എനിക്ക് മനസ്സിലായി എന്റെ പടച്ചവൻ എന്നെ വലിയ ഇഷ്ടമാണ്. കാരണം ഹുമാനില കഫാറത്തു സന എന്ന് അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞതാ, ഒരു രാത്രി പനിച്ചവൻ ഒരു വർഷത്തെ ദോഷം അത് പുറത്തു കൊടുക്കും. ഈ റമദാന്റെ തലേന്ന് അല്ലാഹു എനിക്ക് പനി തന്നത് ഒരു വർഷത്തെ എന്റെ പാപത്തെ അല്ലാഹു ക്ലീൻ ആക്കിയിട്ട് എന്നെ റമദാനിലേക്ക് പ്രവേശിപ്പിക്കാനാണല്ലോ എന്ന് പറഞ്ഞ് നല്ല പനി പിടിച്ച് കിടക്കുന്ന ചെറുപ്പക്കാരൻ അൽഹംദുലില്ലാഹ് വർദ്ധിപ്പിക്കുന്നത് കണ്ടപ്പോ വല്ലാത്ത സന്തോഷം തോന്നി. ഒരു മനുഷ്യന് ദുനിയാവിൽ ഏതോ തെറ്റ് സംഭവിച്ചു പോയി, അതിൽ അല്ലാഹു ചെറിയ എന്തെങ്കിലും പരീക്ഷണം ദുനിയാവിൽ കൊടുത്താൽ അല്ലാഹു അക്രമോ, അപ്പൊ അല്ലാഹു അക്രമു മിൻ അൻ യുഅദ്ദിബഹു സാനിയ, രണ്ടാമത് പിന്നെ അതിന്റെ പേരിൽ അല്ലാഹു തആല ഒരു ചോദ്യം ചെയ്യലോ ഒരു ശിക്ഷയോ ഒന്നും അല്ലാഹു ചെയ്യില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് മറ്റൊരു ഹദീസില് അല്ലാഹു തആല തന്നെ പറയുന്നുണ്ട്, ഒരാൾക്ക് അല്ലാഹു തആല എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്ത് അവനെ ക്ഷമിച്ചാൽ ഇസ്തഹിയതു മിൻഹു യൗമൽ ഖിയാമ അൻ അൻസിബ ലഹു മീസാന ഔ അൻശുറ ലഹു ദീവാന. അങ്ങനത്തെ ഒരു മനുഷ്യനെ അല്ലാഹു തആല ഒരു പരീക്ഷണം കൊടുത്തിട്ട് ക്ഷമിച്ച ഒരു മനുഷ്യനെ മഹ്ശറിൽ വെച്ചുമ്പോ കിതാബ് കയ്യിൽ കൊടുക്കാൻ പോലും പഠിച്ചോ റെഡിയല്ലാണ്. കാരണം എന്താ? ഏതായാലും ദുനിയാവിൽ ചെറിയൊരു പരീക്ഷ ഉണ്ടായല്ലോ, ഇനി ബുദ്ധിമുട്ടാണ്ട് വേഗം സ്വർഗത്തിൽ പോയിക്കോ എന്ന് പറയപ്പെടുന്ന കൂട്ടത്തിൽ അയാൾ ഉണ്ടാകും.
നമ്മളെ റബ്ബാണിത്. ഒരു നിരാശ വന്നാൽ പരലോകത്ത് പരിഹാരമാവും, ഒരു രോഗം വന്നാൽ പരിഹാരമാകും. അള്ളാഹുവിന്റെ താല്പര്യം നമ്മൾ പരലോകത്ത് രക്ഷപ്പെടലാണ്. അല്ലാഹു തആല ഒരു നമുക്ക് ഉപകാരപ്രദമല്ലാത്തതൊന്നും ചെയ്യൂല. അല്ലാഹു തആല നമ്മോടൊരിക്കലും ഒരു ദുൽമും അല്ലാഹു തആല കാണിക്കൂല. ഒരു കാര്യമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ, നമ്മൾ അല്ലാഹുവിലേക്ക് ഓടിപ്പോകണം. ഫഫിറു ഇലല്ലാഹ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫഫിറു ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ഓടിപ്പോകണം. സമയങ്ങളൊക്കെയും അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കണം. റമളാനാണ് മുഅ്മിനെ, കുറേ സമയം ഫ്രീ ഉണ്ടാവും. ദിക്റിലായി സമയം ചെലവഴിക്കുക, ദിക്റിലായി സമയം ചെലവഴിക്കുക. കഴിയുന്നത്ര അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ കഴിയുന്നത്ര വർദ്ധിപ്പിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫുവ്വൻ. ഇതൊരു മനോഹരമായ ദിക്റാത്. റമളാന്റെ അവസാനത്തെ പത്തിൽ അത് സ്പെഷ്യലാണ് എന്ന് കരുതി അന്നേ ചൊല്ലാവുന്നില്ല, ഇന്നും ചൊല്ലാൻ പറ്റിയ ദിക്റാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വൻ തുഹിബ്ബുൽ അഫ്വ. ഇതൊരു നല്ല ദിക്റാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വൻ. പടച്ചോനെ നീ അഫുവാണ്. അഫുവ് എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റുകൾ ആരും കാണാതെ, നമ്മൾ മൊബൈലിലൊക്കെ മെസ്സേജ് അയച്ചാൽ ആരും കാണാതിരിക്കാൻ ഡിലീറ്റ് ഫോർ എവരിവൺ അടിക്കല്ലോ എന്നതുപോലെ നമുക്ക് പറ്റിപ്പോയ തെറ്റുകൾ ആരും അറിയാത്ത വിധം മായ്ച്ചു കളയുന്ന ആള്. അതാണ് അഫുവ്. യംഹുല്ലാഹു മാ യശാ വയുസ്ബിതു വഇൻദഹു ഉമ്മുൽ കിതാബ്. അല്ലാഹു എന്തും മായ്ച്ചു കളയാലോ, അല്ലാഹു തആലക്ക് എന്തും മായ്ച്ചു കളയാലോ. വിശദീകരിച്ചാൽ തീരാത്തൊരായത്താണ്. പഠിച്ചോ നമ്മളെ കൈവിടൂല, അള്ളാഹു നമ്മളെ മറക്കൂല. ആരൊക്കെ നമ്മളെ മൈൻഡ് ചെയ്തില്ലെങ്കിലും അള്ളാഹു തആല നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കൂല. എല്ലാ മുഅ്മിനീങ്ങളോടും ആണുങ്ങളോടും പെണ്ണുങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളെ സമയങ്ങളൊന്നും നഷ്ടപ്പെടരുത്. നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ഒഴിവുള്ള സമയത്തൊക്കെ നമ്മളിപ്പോ രാവിലെ ഖുർആൻ കുറച്ച് ഓതും, ജമാഅത്തൊക്കെ നിസ്കരിക്കും, തറാവീഹിൽ പങ്കെടുക്കും. ഇങ്ങനെയുള്ള കുറച്ച് അമല് കഴിഞ്ഞാൽ പിന്നെയും കുറെ സമയമുണ്ട്. ദയവ് ചെയ്ത് ഇതിലാരുടെ സമയവും പോകരുത്. മൊബൈൽ എല്ലാവരുടെ കയ്യിലുണ്ടാകും, വെറുതെ സമയം പോകരുത്. റമദാനാണ്, അത്യാവശ്യമാണ് കഴിഞ്ഞാൽ നെറ്റൊക്കെ ഓഫാക്കിയില്ല. ഈ നെറ്റ് ഉണ്ടായാല് ചില സ്വാലിഹ്യങ്ങൾ നെറ്റിനെ വിളിക്കല് അന്നറ്റുല്ലാഹീനെന്നാണ്. വലിയ ഫിത്നയായി വരും ചില സമയത്ത്, വലിയ ഫിത്നയായി വരും ചില സമയത്ത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഈ റമദാനിന്റെ സമയമൊന്നും പോകരുത്.